നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. സജീവമായ ഒരു വാർത്താ പ്രഭാതം തന്നെയാണ് പതിവ് പോലെ. ഇന്നും നമുക്ക് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. News headlines brought to you by Happy Jacks. Happy keeps everybody happy. ഇവിടെ ധൂർത്ത്, അവിടെ കടമെടുപ്പ്. വിഷൻ 2031 സെമിനാറുകൾക്ക് 1 കോടി. ഭാവി കേരളം ആലോചിക്കാൻ 3 ലക്ഷം വീതം ചിലവിൽ 33 സെമിനാറുകൾ. 3000 കോടി കടമെടുത്ത് ഒരാഴ്ച കഴിയും മുൻപേ 4000 കോടിയുടെ കടപ്പത്ര ലേലം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വിഷയത്തിൽ ഒത്തുകളിച്ച് CPM-ഉം കോൺഗ്രസും. ഇടതു മൗനത്തിനിടെ MLA മണ്ഡലത്തിൽ സജീവമാക്കാൻ കോൺഗ്രസ് നീക്കം. അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് BJP. തെരഞ്ഞെടുപ്പൊരുക്കങ്ങൾ സജീവമാക്കി BJP. നേതൃശില്പശാലകൾ പൂർത്തിയാക്കി സജ്ജമാക്കുന്നുവെന്ന് അനൂപ് ആന്റണി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കും. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി ഇന്നു മുതൽ. നരേന്ദ്രമോദി ഷി ജിൻപിങ് കൂടിക്കാഴ്ച ഇന്ന്. വ്യാപാര ബന്ധം ശക്തമാക്കലിൽ ചർച്ച. നാളെ വ്ളാഡിമിർ പുടിനെ കാണും. കണ്ണൂരിൽ CPM-നും കോൺഗ്രസിനും തലവേദനയായി കണ്ണപുരം സ്ഫോടനം. പാർട്ടി ഗ്രാമത്തിലെ സ്ഫോടനം CPM-ന് പ്രതിസന്ധി. പ്രതി അനൂപ് മാലിക്കിന്റെ പാർട്ടി ബന്ധം കോൺഗ്രസിന് തിരിച്ചടി. വിമർശന നടുവിൽ നോക്കുകുത്തിയായി പോലീസ്. നമുക്ക് വിശദമായ വാർത്തകളിലേക്കൊക്കെ എത്താം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ടാണ്. ചിങ്ങം 15 അനിഴം നക്ഷത്രം. 2025 ഓഗസ്റ്റ് 31 ഞായർ. രാഹുകാലം ഇന്നത്തത് വൈകുന്നേരം 4:58 മുതൽ 6:29 വരെയുള്ള സമയമാണ്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ സർക്കാർ വാദിക്കുമ്പോഴും അവരുടെ PR വർക്കിനും സർക്കാരിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ധൂർത്തായി ചിലവഴിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമായി മാറുകയാണ് 2031 കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ സംസ്ഥാന സർക്കാർ മുടക്കുന്നത് 1 കോടിയോളം രൂപ എന്നുള്ളതാണ്. വിഷൻ 2031 എന്ന പേരിൽ 33 സെമിനാറുകളാണ് സംഘടിപ്പിക്കുന്നത്. ഓരോ സെമിനാറിനും 3 ലക്ഷം രൂപ വീതം ചിലവഴിക്കാനാണ് നിർദ്ദേശം. ഒക്ടോബർ 1 മുതൽ 30 വരെയാണ് ഭാവി കേരളത്തെക്കുറിച്ച് ചിന്തിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് എന്നാണ് ആക്ഷേപമുയരുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഭാവി കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനായി വിവിധ സെമിനാറുകൾ, ഓരോ സെമിനാറിനും 3 ലക്ഷം രൂപ മുതൽ മുടക്കി അങ്ങനെ 33 സെമിനാറുകൾ, ഏകദേശം 1 കോടിക്ക് മേൽ തുകയാണ് ഇക്കാര്യത്തിൽ ചിലവഴിക്കുന്നത്. എന്താണ് സംസ്ഥാന സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
2031 കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാർ ഇപ്പോഴേ ചർച്ചകൾ തുടങ്ങി വെക്കുകയാണ് എന്നുള്ളതാണ് ഈ സെമിനാറിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നതായി പുറത്തു പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വകുപ്പുകളും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ തങ്ങൾ ചെയ്യും എന്നൊക്കെയുള്ള ഒരു പരസ്യ പ്രചാരണം സർക്കാർ നടത്തേണ്ടിയിരിക്കുന്നു. ഓരോ വകുപ്പുകളും ചെയ്ത കാര്യങ്ങളൊക്കെ മേന്മ നടിക്കേണ്ട ആവശ്യമുണ്ട്. എന്തായാലും വികസന സദസ്സുകൾ നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും പണം ചെലവഴിച്ച് സർക്കാർ അത്തരമൊരു പ്രചാരണ പരിപാടികളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഉത്തരവിൽ പറയുന്നത് 33 വിഷയാധിഷ്ഠിത സെമിനാറുകൾ വിഷൻ 2031 എന്ന പേരിലാണ്. അതിന് ആ സർക്കാരിൻ്റെ ഉത്തരവിൽ കൃത്യമായി ഇങ്ങനെയാണ് പറയുന്നത്. കേരളത്തിൻ്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിന് വഴിയൊരുക്കാനും 2031 കേരളത്തെ വികസിതവും പുരോഗമനപരവുമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുന്നതിനുമുള്ള വികസന പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു സെമിനാറുകൾ നടത്തുന്നതെന്നാണ്. ഓരോ വകുപ്പുകളുമായി പ്രധാനപ്പെട്ട 33 വകുപ്പുകളിലും ഈ രീതിയിലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കണം. അത് 33 വിഷയങ്ങളായിരിക്കണം എന്നുള്ളതാണ് ഈ നിർദ്ദേശമെല്ലാം നൽകിയിരിക്കുന്നത്. ഈ 33 സെമിനാറുകൾ പൂർത്തിയാക്കിയിട്ട്, അതായത് ഒക്ടോബർ മാസത്തിലാണ് ഈ സെമിനാറുകൾ പൂർത്തിയാക്കേണ്ടത്. അതിനുശേഷം ജനുവരിയിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോൺക്ലേവ് ഉണ്ട്. ആ കോൺക്ലേവിൽ ഈ വിഷയത്തിൽ സെമിനാറുകളിൽ ഉരുത്തിരിഞ്ഞ വിഷയങ്ങൾ, ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം എന്നും ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിന് വിവിധ ജില്ലകളിൽ വിവിധ മന്ത്രിമാർക്ക് ഈ സെമിനാറുകളുടെ ചുമതലയുണ്ട് എന്നുള്ളതാണ്. ഓരോ സെമിനാറിലും 5000 മുതൽ 1000 ആളുകളെ വരെ പങ്കെടുപ്പിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം. അതായത് സർക്കാരിൻ്റെ അവതാരങ്ങൾ വാഴ്ത്തിപ്പാടുന്ന സെമിനാറുകൾ സംഘടിപ്പിക്കുക. അതോടെ 2031 കേരളത്തെ ഒരു വികസിത കേരളമാക്കി മാറ്റുന്നതിന് അടുത്ത തെരഞ്ഞെടുപ്പിലും തങ്ങളെ അധികാരത്തിലെത്തിക്കണം എന്നുള്ള ഒരു കാര്യം പറയുക എന്നുള്ളത് തന്നെയാണ് ഈ സെമിനാറുകളിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. അതോടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ എന്തുകൊണ്ട് വിജയിപ്പിക്കണം എന്നതിന് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഈ പാനലിസ്റ്റുകളെ കണ്ടെത്തുക, മറ്റു നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സെമിനാറിന് ശേഷം ഒക്ടോബർ 30 ഈ സെമിനാറുകളുടെയൊക്കെ റിപ്പോർട്ടുകൾ, അതിൻ്റെ രേഖകളൊക്കെ സർക്കാരിന് സമർപ്പിക്കണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 33 സെമിനാറുകൾക്കും ഓരോ സെമിനാറിനും 3 ലക്ഷം രൂപ വെച്ച് ചെലവഴിക്കണം എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് എന്നുള്ളതാണ്. അതായത് 1 കോടിയോളം രൂപ ചെലവഴിച്ച് സർക്കാരിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ അധികാരത്തിൽ എന്തുകൊണ്ട് എത്തിക്കണം എന്നുള്ള കാര്യം പറയുന്ന ആ ഒരു പ്രചാരണ പരമ്പരയ്ക്ക് തന്നെ സർക്കാർ തുടക്കമിടുകയാണ് എന്നുള്ളതാണ്. നേരത്തെ വികസന സദസ്സുകളുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 22 കോടിയിലധികം രൂപ ചെലവഴിച്ച് സമാനമായ രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രചാരണ പരിപാടികൾ തദ്ദേശ തലത്തിൽ തന്നെ ആരംഭിക്കുന്നതിനുള്ള നീക്കത്തെപ്പറ്റി ജനൻ TV വാർത്ത നൽകിയിരുന്നു. അതിന് സർക്കാർ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്ര തുക വീതം നൽകണമെന്നുള്ള ആ ഉത്തരവ് പോലും നമ്മൾ പുറത്തുവിട്ടതാണ്. അതിന് പിന്നാലെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യമിട്ടുള്ള അടുത്ത ഒരു പ്രചാരണ മാമാങ്കത്തിന് കൂടി സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുന്നതും നമ്മൾ പുറത്തുവിടുന്നത്. രോഹിണി, അതെ, അത് മാത്രമല്ല പ്രജിത്ത്, നമുക്കറിയാം ഈ കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി ലോക കേരള സഭയൊക്കെ കോടികൾ മുടക്കി നടത്തിയതിന് ശേഷം അത് അമ്പേ പരാജയമാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് 2031 കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ തന്നെ കടക്കടിയിലാണ് സംസ്ഥാന സർക്കാർ. എന്നിട്ടും വീണ്ടും കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഇങ്ങനെ ഈ സെമിനാറുകൾ നടത്തുന്നതിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ്. കാരണം ഇത്തരം സെമിനാറുകൾ നടത്തുന്നു, അതൊക്കെ അന്ന് തന്നെ പോകുന്നു കവിഞ്ഞ് മറ്റ് എന്ത് വിഷനാണ് 2031 കേരള സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അത് ഈ സെമിനാറുകളുടെ ഒരു സാധാരണഗതിയിൽ ഇത്തരം പരിപാടികൾ സർക്കാരിൻ്റെ പ്രചാരണ മാമാങ്കം മാത്രമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നവകേരള സദസ്സാണെങ്കിലും ശരി, പിന്നീട് കേരളീയമാണെങ്കിലും ശരി, പിന്നീട് നടന്നിട്ടുള്ള എൻ്റെ കേരളം വാർഷികാഘോഷങ്ങളാണെങ്കിലും ശരി, വൃത്തി കോൺക്ലേവ് പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, ഇതിനെല്ലാം സർക്കാരിൻ്റെ പണവും തദ്ദേശ തലത്തിലുള്ള പണവും പിന്നീട് സ്പോൺസർഷിപ്പ് എന്ന പേരിൽ ആരിൽ നിന്നൊക്കെയാണ് സ്പോൺസർഷിപ്പുകൾ സ്വീകരിച്ചതെന്ന് പോലും ഇപ്പോഴും വ്യക്തമല്ല. അത്രയ്ക്ക് സ്പോൺസർഷിപ്പുകൾ എന്ന പേരിൽ പണം രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പണം വലിയ രീതിയിൽ ചെലവഴിക്കുന്നു, നികുതി പണം വലിയ രീതിയിൽ ചെലവഴിക്കുന്നു, പരസ്യത്തിനും മറ്റുമായി കോടികൾ നൽകുന്നു, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പടമുള്ള കട്ടൗട്ടുകൾ സ്ഥാപിക്കാൻ വേണ്ടി പറയുന്ന രീതിയിൽ കോടികൾ ചെലവഴിക്കുന്നു. അങ്ങനെ സാധാരണക്കാരുടെ ഖജനാവിലുള്ള പണം വലിയ രീതിയിൽ ചെലവഴിക്കുകയും അത് ഏതെങ്കിലും രീതിയിൽ കേരളത്തിന് ഗുണമുണ്ടായോ എന്നുള്ള ചോദ്യങ്ങൾക്ക് പലപ്പോഴും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾക്ക് പോലും സർക്കാർ കൃത്യമായി മറുപടി പറയാറില്ല. ആ പറയുന്ന പരിപാടികളെല്ലാം പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കേരളത്തിലേക്ക് വലിയ രീതിയിൽ നിക്ഷേപം ആകർഷിക്കുമെന്ന് പറഞ്ഞ് നടത്തിയ ലോക കേരള സഭയിലൊക്കെ പിന്നീട് അത്തരത്തിലുള്ള വലിയ നിക്ഷേപങ്ങളൊന്നും കേരളത്തിലേക്ക് വന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വീണ്ടും ലോക കേരള സഭയിൽ പങ്കെടുത്തവരെ കൊണ്ട് ശബരിമലയുടെ പേര് പറഞ്ഞ് പ്രത്യേക പ്രിവിലേജ് കാർഡൊക്കെ നൽകി പണം പിരിക്കാനുള്ളൊരു പുതിയ പരിപാടി സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തുടങ്ങിയ കാര്യവും നമുക്കറിയാം. അങ്ങനെ കൃത്യമായി
ഈ പറയുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കൊണ്ട് സംസ്ഥാനത്തിന് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതെ. പക്ഷേ അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിന്റെ PR പ്രവർത്തനങ്ങൾ വളരെ സജീവമായി അതിലൂടെ നടപ്പിലാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. രോഹിണി, ശരി, എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ധൂർത്തുകൾ ഇങ്ങനെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴുമുള്ള വിരോധാഭാസം എന്ന് പറയുന്നത്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കും. വ്യാപാര ബന്ധം ശക്തമാകുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തുമെന്നാണ് വിലയിരുത്തൽ. മ്യാൻമാർ താൽക്കാലിക പ്രസിഡന്റുമായും മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നാളെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകുമ്പോൾ എത്രത്തോളം നിർണായകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച? തീർച്ചയായും രോഹിണി, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ സമ്മേളനവും സമാനമായി നടക്കുന്ന സമ്മേളനങ്ങളും ഒന്നിനൊന്ന് ഗൗരവമേറിയതാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. ഭാരതം ഏറ്റവും സുപ്രധാനമായി വിലയിരുത്തുന്നത് ഭാരത ചൈന ബന്ധവും ആ ചൈന ബന്ധത്തിന്റെ ഭാഗമായുള്ള ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള ഇന്ന് നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയാണ്. 2 തവണ കൂടിക്കാഴ്ചകൾ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഷെഡ്യൂളുകളിൽ നിന്നെല്ലാം അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെ ഏറ്റവും നിർണായകമാണ്. നമുക്കറിയാവുന്നതാണ്, 2 രാജ്യങ്ങളും ചൈനയും അതുപോലെ തന്നെ ഭാരതവും തമ്മിലുള്ള സമാനത എന്ന് പറയുന്നത് അമേരിക്കയുടെ അധിക താരിഫ് ചുമത്തുന്ന ആ നീക്കത്തിൽ 2 രാജ്യങ്ങൾക്കും വൻതോതിൽ താരിഫ് ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 50% ഭാരതത്തിന് താരിഫെങ്കിൽ ചൈനയുടെ താരിഫ് 30%മായാണ് നിലനിർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഭാരതത്തിന് വീണ്ടും ഒരു 25% അധിക താരിഫ് ചുമത്തിയത്. അങ്ങനെയാണ് 50% അധിക താരിഫിലേക്ക് ഭാരതം എത്തിപ്പെടുകയും ചെയ്തത്. ഈ വലിയ താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷവും ആഭ്യന്തര ഊർജ്ജ സുരക്ഷയും അതുപോലെ തന്നെ നയതന്ത്ര ബന്ധങ്ങളുമാണ് പ്രധാനമെന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ടാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തില്ല എന്ന നിലപാട് ഭാരതം സ്വീകരിച്ചത്. മാത്രമല്ല, വൻതോതിൽ എണ്ണ അതിനുശേഷം ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. റെക്കോർഡ്, അതായത് ഏറ്റവും കൂടുതൽ എണ്ണ ആ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത കാലഘട്ടമായിരുന്നു താരിഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള ദിവസങ്ങൾ എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ശക്തമായ നിലപാട് ഭാരതം സ്വീകരിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് നേരത്തെ ഇന്നലെയൊക്കെ വാർത്തയിലായതുപോലെ മാർച്ചിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഷി ജിൻപിങ് കത്തയക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക്. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ഗാൽവൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം 7 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ചൈനയിലെത്തുന്നത്. അത് നിർണായകമാണ്. 2 രാജ്യങ്ങളും തമ്മിലുള്ള ആഭ്യന്തര സുരക്ഷയുടെയും അതിർത്തിയിലെ സമാധാനത്തിന്റെയും വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ പല തവണ, അതായത് 25 തവണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിനിധിതല ചർച്ചകൾ ഇതിനിടയിൽ നടക്കുകയും ചെയ്തു. പല തരത്തിലുള്ള ചർച്ചകൾ, അതായത് അതിർത്തിയിലെ സേനാ പിന്മാറ്റം, വീണ്ടും സേനാ പിന്മാറ്റം വ്യാപിപ്പിക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങൾ, അതുപോലെ തന്നെ അതിർത്തി നിർണയം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ, തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ, അത്തരത്തിൽ വിശാലമായ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ സുരക്ഷയും ആഭ്യന്തര സുരക്ഷയും മറ്റ് സൈനിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ വിശാലമായ ചർച്ചകളും വിശാലമായ വിഷയങ്ങളുമാണ് ചൈനയുമായുള്ളത്. തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പുടിനുമായി നാളെ നടക്കാനിരിക്കുന്ന ചർച്ചയും ഏറ്റവും നിർണായകമാണ്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, പുടിന്റെ രാജ്യത്തു നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിലാണ് ഈ സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ അധിക താരിഫ് ഭാരതത്തിന് ഏർപ്പെടുത്തിയത്. സ്വാഭാവികമായും ശക്തമായ ഒരു സാന്നിധ്യമാകാനുള്ള നീക്കം, റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ശാക്തീകരിക്കുന്നതിനും സ്വാഭാവികമായ ധാരണകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കൂടി റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിലുണ്ട്. ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം എന്ന് പറയുന്നത്, റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ കൃത്യമായി ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി വോളഡിമിർ സെലൻസ്കിക്ക് നിർദ്ദേശവും നൽകി, അല്ലെങ്കിൽ ഒരു വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു സമാധാന സ്ഥാപനത്തിനുള്ള ഒരു മധ്യസ്ഥനാകാനുള്ള സാധ്യത വളരെയധികമാണ് യുക്രൈൻ വിഷയത്തിൽ ഭാരതത്തിന് എന്നതും ഒരു നിർണായകമായ ഘടകമാണ്. മറ്റൊരു സുപ്രധാന കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ച തന്നെയാണ്. അത് ഓങ് ഹ്ലൈങ്ങുമായുള്ള, അതായത് മ്യാൻമാറിന്റെ താൽക്കാലിക പ്രസിഡന്റും സൈനിക മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ചയിലും പ്രധാനമായ വിഷയമായി ഉയർന്നു വരുന്നത് ഡിസംബറിൽ അവിടെ, അതായത് മ്യാൻമാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ജനാധിപത്യ പുനഃസ്ഥാപനം സംബന്ധിച്ചും അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നിലച്ചുപോയ വൈദേശിക ബന്ധം, അതല്ലെങ്കിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുക, ശക്തമായി തന്നെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളുടെ മുന്നോടിയായുള്ള ചർച്ചകൾ കൂടിയായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പറഞ്ഞതുപോലെ ഏറെ നിർണായകമായ ചർച്ചകൾ തന്നെയാകും ഷാങ്ഹായ് സഹകരണ
ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ ലോകരാജ്യ തലവന്മാരുമായി നടത്തുക. പക്ഷേ അതിലേറെ ശ്രദ്ധ ഉണ്ടാകുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച തന്നെയാകുമല്ലോ. വൈസൻ, നമ്മൾ പറഞ്ഞു വന്നത് നേരത്തെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്തവണത്തെ കൂടിക്കാഴ്ച. കാരണം അമേരിക്കയുടെ അധിക തീരുവ ഭീഷണിക്ക് മുൻപിൽ ഭാരതം മുട്ടുമടക്കില്ല എന്ന ഉറച്ച നിലപാട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സഹായം ചൈന സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ സഹായം വേണമെന്നുള്ളൊരു നിലപാടിലേക്ക് കൂടി എത്തുമ്പോൾ ഭാരതം ചൈന കൂടിക്കാഴ്ച എങ്ങനെയാകും ലോകരാഷ്ട്രങ്ങൾ വീക്ഷിക്കുക? അതോടൊപ്പം ഇതിനെ എത്രത്തോളം സൂക്ഷ്മമായിട്ടായിരിക്കും US നിരീക്ഷിക്കുക? രോഹിണി, US ഇക്കാര്യത്തിൽ ഏറെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് രണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രൂപയെ വിനിമയ മാധ്യമമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള വിനിമയം നടത്തുക എന്ന ഭാരതത്തിന്റെ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പല നടപടികളും ഈ സാമ്പത്തിക രംഗത്തെ പരിഷ്കരണത്തിന്റെ ഭാഗമായി ഭാരതം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള, ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യൻ രൂപയിലാണ്, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തുക എന്ന നിരവധിയായ പരിഷ്കരണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും ബ്രിക്സ് രാജ്യങ്ങൾക്ക് സ്വന്തമായ ഒരു കറൻസി ഉണ്ടാകണമെന്നൊരാവശ്യം വർഷങ്ങളായുണ്ട്. ആ വർഷങ്ങളായുള്ള ആ താല്പര്യത്തിന് കുറെ കൂടി ശാക്തീകരിക്കുന്ന, അല്ലെങ്കിൽ അതിന് ആ രംഗത്തേക്ക് കുറെ കൂടി മുന്നോട്ട് പോകുന്ന ചില നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഈ രണ്ട് വിഷയങ്ങളാണ് US സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമായി നിരീക്ഷിക്കുക. ബ്രിക്സിന് ഒരു സ്വതന്ത്ര നാണയം സൃഷ്ടിക്കുക, യൂറോ പോലൊരു നാണയം സൃഷ്ടിക്കുകയാണെങ്കിൽ അത് വലിയ ആഘാതത്തിന് വഴിവെക്കുമെന്ന നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ സ്വീകരിച്ചിരുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുക. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ആഘാതം എന്ന് പറയുന്നത് ചൈനയ്ക്കും ഇന്ത്യക്കും വൻതോതിൽ ഇപ്പോൾ അമേരിക്ക അത്തരം നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ മറ്റ് സമാന മേഖലകളെ, അതായത് അമേരിക്കയുടെ ആ എക്സ്പോർട്ട് വിപണി അല്ലെങ്കിൽ കയറ്റുമതി വിപണിയെ ലക്ഷ്യമിടാതെ സ്വതന്ത്രമായ ഭാരതത്തിന്റെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അത് ശാക്തീകരിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന തിരിച്ചറിവ് അമേരിക്കയ്ക്കുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും അമേരിക്ക നിരീക്ഷിക്കുക. സ്വാഭാവികമായും ഈ ഉപരോധത്തിന്റെ വിഷയങ്ങളും അധിക താരിഫിന്റെ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. നമുക്കറിയാവുന്നതാണ്, ട്രംപ് 4 തവണ ഫോൺ ചെയ്തിട്ടും എടുക്കാതിരുന്നു, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്തില്ല നരേന്ദ്രമോദി എന്ന വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനാണ് ട്രംപിന്റെ ടെലിഫോൺ കോളുകൾ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു തിരിച്ചറിവായിരിക്കും ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. പിന്നീട് ഇന്തോ പസഫിക്കിലെ സൈനിക നീക്കങ്ങളുടെ സുരക്ഷയുടെ അത് മാത്രമല്ല ഐസൺ, നമുക്ക് ഈ ലോക രാഷ്ട്രക്രമത്തിൽ തന്നെ ഭാരതം ചൈന ഒരു ഒത്തുചേരൽ അല്ലെങ്കിൽ സഹകരണം ഒരു വലിയ വിപ്ലവം തന്നെയാണ് അല്ലേ പറയേണ്ടിയിരിക്കുന്നത്. കാരണം ചൈന ഭാരതത്തോട് സ്വീകരിച്ച മുൻകാല നിലപാടുകളൊക്കെ ഏവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങോട്ടാണ് ചൈന ആവശ്യപ്പെടുന്നത് ഭാരതത്തോട് നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ US-നെതിരെ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ, അതോടൊപ്പം ഒരു സമാന്തര വാണിജ്യ മാർക്കറ്റ് കൂടി രൂപീകൃതമാകുകയാണെങ്കിൽ US-ന്റെ സാമ്പത്തിക രംഗം വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ നേരിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഭാരതം ചൈന നയതന്ത്ര ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ അത് മറ്റൊരു ലോക രാഷ്ട്രീയത്തിന്റെ ക്രമത്തിലല്ലേ മാറ്റം വരുത്തുന്നത്? തീർച്ചയായും രോഹിണി, ഒരു ലോക രാഷ്ട്രീയ ക്രമത്തിന്റെ അല്ലെങ്കിൽ ഒരു ലോകക്രമത്തിന്റെ മാറ്റത്തിലേക്കുള്ള തുടക്കമായിരിക്കും ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മേളനവും അനുബന്ധമായി നടക്കുന്ന ചർച്ചകളും എന്ന കാര്യത്തിൽ തർക്കമില്ല. അന്താരാഷ്ട്ര നിരീക്ഷകരും അതുപോലെ തന്നെ പണ്ഡിതരെല്ലാം തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന വിഷയം തന്നെയാണിത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഗൗരവമേറിയ ചർച്ചകൾ തുടരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ബ്രിക്സ് പോലുള്ള ക്ലസ്റ്ററുകൾ, അതുപോലെ G20 പോലുള്ള ക്ലസ്റ്ററുകളെല്ലാം തന്നെ കൃത്യമായി, രാഷ്ട്രങ്ങളുടെ ക്ലസ്റ്ററുകളെല്ലാം തന്നെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഗ്ലോബൽ സൗത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വികസനവും അതുപോലെ തന്നെ ഒരു പുരോഗമനാത്മക നീക്കങ്ങളും നടത്തുക എന്നതിന്റെ ഭാഗമായി ആഫ്രിക്കൻ യൂണിയൻ ഉൾപ്പെടെയുള്ള നിരവധി നീക്കങ്ങൾ ഭാരതം മുൻകൈയെടുത്ത് നടത്തുകയും ചെയ്തിരുന്നു G20 വിഷയവുമായി ബന്ധപ്പെട്ട്. അത്തരത്തിലുള്ള നിരവധിയായ നീക്കങ്ങൾ നടത്തുകയും ഗ്ലോബൽ സൗത്തിനെ കേന്ദ്രീകരിക്കുകയും ഗ്ലോബൽ സൗത്തിനെ ശാക്തീകരിക്കുകയും ചെയ്യുന്നതിലൂടെ മറ്റൊരു ലോകക്രമത്തിലേക്ക് പോവുക എന്ന ഒരു നീക്കമാണ് നടക്കുന്നത്. സ്വാഭാവികമായും വിവിധ രാജ്യങ്ങളുടെ വിവിധ ക്ലസ്റ്ററുകളായിരിക്കും വരും കാലങ്ങളിൽ UN-നെ സമാന്തരമായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ UN എന്ന് പറയുന്ന കുറെയൊക്കെ കാലഹരണപ്പെട്ടു എന്ന് ഭാരത സർക്കാർ തന്നെ കൃത്യമായി പറയുന്ന ആ സംവിധാനത്തിന് പകരമായി പ്രവർത്തിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായ ഒരു നിലപാടുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ശക്തമായ ലോകക്രമം ഉണ്ടാവുകയും ചെയ്യും. അതിന് തുടക്കം തന്നെയാണ് തീർച്ചയായും ചൈനയുമായുള്ള ഭാരതത്തിന്റെ മികച്ച സഹകരണം. അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ചൈനീസ് പ്രസിഡന്റിന്റെ കത്ത് തന്നെയാണ്. ചൈനീസ് പ്രസിഡന്റ് ഭാരതത്തിന്റെ രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശാക്തീകരിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. മാർച്ചിലാണ് ആ കത്ത് അയച്ചത്. ആ കത്തിന് പിന്നാലെ
പിന്നാലെയാണ് പഹൽഗാം ആക്രമണം ഉണ്ടായതും. പാകിസ്ഥാനെ പിന്തുണച്ചിരുന്ന പശ്ചാത്തലമുണ്ടായിരുന്ന ചൈന പഹൽഗാം ആക്രമണത്തെ വിമർശിക്കുകയും അതുപോലെ തന്നെ അപലപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനും ചില പശ്ചാത്തലങ്ങളുണ്ട്. പാകിസ്ഥാനിൽ പിടിമുറുക്കാനുള്ള ഒരു നീക്കം അമേരിക്ക നടത്തിയതോടെയാണ് ഈ ഇത്തരത്തിലുള്ള നിലപാട് വളരെ ശക്തമായി ചൈന എടുക്കുകയും ചെയ്തത്. അത്തരത്തിൽ ചൈനയുടെ ആ ഒരു ബന്ധം, ചൈന ഭാരതവുമായുള്ള ബന്ധം, മറ്റു തരത്തിലുള്ള ശാക്തീകരണങ്ങൾ എന്തെന്നാൽ അത് വ്യാവസായികമായും അതുപോലെ തന്നെ ഉത്പാദനക്ഷമതയിലും എല്ലാം തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. സ്വാഭാവികമായും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. അതുപോലെ തന്നെ ഭാരതവും വലിയ ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ്. ഈ ജനസംഖ്യയുടെ വലിയ ജനസംഖ്യയുടെ വലിയൊരു കേന്ദ്രീകൃത പ്രദേശത്തിന്റെ വലിയൊരു വിപണി സാധ്യമാക്കുക എന്ന രീതിയിൽ ഒരു പക്ഷേ സ്വതന്ത്ര വ്യാപാര കരാറിന് തുല്യമായ നീക്കങ്ങളിലേക്കൊക്കെ ഭാവിയിലേക്ക് പോയേക്കാവുന്ന ഒരു ധാരണയിലേക്കായിരിക്കും ഒരു പക്ഷേ ചൈനയുമായുള്ള ചർച്ചകൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അത് വൻതോതിൽ സാമ്പത്തിക രംഗത്ത് മുന്നേറ്റത്തിന് സാഹചര്യം ഒരുക്കുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പോലുള്ള പരിപാടികളിൽ ജപ്പാന്റെ സഹകരണം ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി ചൈനയുടെ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ സൗത്ത് ചൈന സീ വിഷയത്തിലെല്ലാം തന്നെ ഒരു മീഡിയേറ്ററുടെ സ്വഭാവം കൂടി ഭാരതത്തിന് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ സൗത്ത് ചൈന സീ വിഷയത്തിലെല്ലാം തന്നെ ഒരു മധ്യസ്ഥം സ്വീകരിക്കാൻ ഭാരതത്തിന് സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭാരതം അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്, വലിയൊരു നേട്ടവുമാണ് ലോകരാഷ്ട്രീയത്തിൽ. അത്തരത്തിൽ ലോകരാഷ്ട്രീയ ക്രമത്തിൽ വിവിധങ്ങളായ ചലനങ്ങൾ സൃഷ്ടിക്കാവുന്നതും ഏറെ പ്രതീക്ഷകൾ ഉണ്ടാകുന്നതുമായ മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുക. അതെ, തീർച്ചയായും ഐസൺ. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങ്ങുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കും. ആ കൂടിക്കാഴ്ച ഏറെ നിർണായകം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വ്യാപാര ബന്ധം ശക്തമാകുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും എന്നാണ് വിലയിരുത്തൽ. മ്യാൻമാർ താൽക്കാലിക പ്രസിഡന്റുമായി മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതോടൊപ്പം നാളെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച. ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക തകർച്ചയുടെ നേർചിത്രമായി കടമെടുപ്പ്. ഇത്തവണ 4000 കോടി രൂപയ്ക്കുള്ള കടപ്പത്ര ലേലമാണ് മുംബൈയിൽ നടക്കുന്നത്. സെപ്റ്റംബർ 2-നാകും ലേലം നടക്കുക. 3000 കോടി രൂപ കടമെടുത്ത് ഒരാഴ്ച തികയും മുൻപാണ് ഭീമമായ തുകയ്ക്കുള്ള അടുത്ത കടമെടുപ്പ്. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നമ്മൾ പുത്തൻപുലരിയുടെ തുടക്കത്തിൽ സർക്കാരിൻ്റെ അപ്രസക്തമായ ചില തീരുമാനങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അതായത് ധൂർത്ത് ഒരു വശത്ത് നടത്തിക്കൊണ്ട് സർക്കാരിൻ്റെ PR വർക്കുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇനി അടുത്ത വാർത്തയിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു രൂക്ഷതയാണ് വ്യക്തമാക്കുന്നത്. അതായത് ഗുരുതരമായ സാമ്പത്തിക തകർച്ചയുടെ ഭാഗമായിട്ടുള്ള ഈ കടമെടുപ്പ്, ഇത്തവണ അത് 4000 കോടി രൂപയ്ക്കായുള്ള കടപ്പത്ര ലേലമാണ് മുംബൈയിൽ നടക്കുന്നത് എന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. എത്രമാത്രം പ്രതിസന്ധിയാണ് നിലവിൽ സാമ്പത്തിക രംഗത്ത് സംസ്ഥാനത്ത് നടക്കുന്നത്? ശരിയാണ് രോഹിണി. കാരണം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് ഒരു പരിധിയുമില്ലാതെ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളിലെ കടമെടുപ്പ് നോക്കുകയാണെങ്കിൽ ഓരോ മാസം കഴിയും തോറും സർക്കാർ ഈ കടമെടുക്കുന്ന തുകയുടെ അളവ് അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ മാസമായ ഏപ്രിൽ 3000 കോടിയാണ് സർക്കാർ കടമെടുത്തത്. പിന്നീട് മെയ്യിൽ 4000 കോടി, ജൂണിൽ 5000 കോടി, ജൂലൈയിൽ 5000 കോടി, ഓഗസ്റ്റിൽ 6000 കോടി. ഇപ്പോൾ സെപ്റ്റംബർ 2-ന് ഈ മാസം വരുന്ന ഓണക്കാലത്തെ സെപ്റ്റംബർ മാസം ആരംഭിക്കുന്ന രണ്ടാമത്തെ ദിവസം തന്നെ സംസ്ഥാന സർക്കാർ 4000 കോടി കൂടി കടമെടുക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ, സാമ്പത്തിക ദുരന്തം എന്നത് ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതിന് നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. ഏറ്റവും അവസാനമായി സംസ്ഥാന സർക്കാർ കടമെടുത്തത് ഓഗസ്റ്റ് 26-നാണ്. അന്ന് 3000 കോടി രൂപയാണ് കടമെടുത്തത്. ആ 3000 കോടി കടമെടുത്ത് കൃത്യം ഒരാഴ്ച പിന്നിടുന്ന ദിവസം, അല്ലെങ്കിൽ കൃത്യം ഒരാഴ്ച എത്തുന്ന ദിവസം തന്നെയാണ് 4000 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മുംബൈയിൽ റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴിയാണ് ഈ കടമെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതോടുകൂടി സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തിക വർഷത്തെ ആകെ കടബാധ്യത, ഈ സാമ്പത്തിക വർഷത്തെ മാത്രം നിലവിലുള്ള ആകെ കടബാധ്യത അത് ഏതാണ്ട് 27000 കോടിയായി മാറും. 27000 കോടി എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നമുള്ളത്, ഡിസംബർ വരെ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കഴിയുന്നത് 29799 കോടി രൂപ, അത്രയും രൂപ മാത്രമാണ്. കേന്ദ്ര സർക്കാർ നേരത്തെ 2024-25 സാമ്പത്തിക വർഷത്തിനേക്കാളും 8250 കോടി രൂപ കൂടി കടമെടുക്കാനുള്ള അവകാശം കേരളത്തിന് നൽകി.
നൽകിയിരുന്നു. അതുകൂടി ചേർത്താണ് ഈ ഡിസംബർ വരെ 29,799 കോടിയോളം രൂപ സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്നത്. അതിൽ 27,000 കോടി രൂപ പോകുന്നതോടുകൂടി ഏതാണ്ട് 2,799 കോടി രൂപ മാത്രമാണ് ഡിസംബർ വരെ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കഴിയുക. ആ മാസങ്ങളിൽ ശമ്പളവും പെൻഷനും ഒക്കെ നൽകാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്നുള്ളൊരു പ്രതിസന്ധിയിലേക്ക് കേരളം പോവുകയാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ മൂലധന നിക്ഷേപത്തിനായി എടുക്കേണ്ട കടം അത് മറിച്ച് പൊതുവിപണിയിൽ നിന്ന് കടമെടുത്ത് സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക അവസ്ഥയിലേക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാർ തള്ളിവിടുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പൊതുകടം ഏതാണ്ട് 4,94,091 കോടി ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഈ 4,000 കോടി കൂടി വരുമ്പോൾ അത് ഏതാണ്ട് 5 ലക്ഷം കോടിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ ആകെയുള്ള കടബാധ്യത 5 ലക്ഷം കോടിയിലേക്ക് കൂടി അടുക്കുകയാണ് എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രതിസന്ധിയാകുന്നത് ഈ ഖജനാവ് കാലിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയുള്ള ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ആദ്യം തന്നെ ഈ പറയുന്ന 4,000 കോടി കടമെടുക്കുന്നതോട് 27,000 കോടി, പിന്നീട് 2,799 കോടിയാണ് സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുക. സെപ്റ്റംബർ, അത് കഴിഞ്ഞ് ഒക്ടോബർ വരുന്നു, പിന്നീട് നവംബർ, ഡിസംബർ മാസങ്ങളിലെ ചെലവ് നടത്താൻ പോലും സംസ്ഥാനത്തിന് ആകെ ഉള്ളതാണ് ഈ 2,799 കോടി രൂപ എന്നുള്ളത്. ആ തുകയിൽ നിന്ന് വേണം സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ, അതോടൊപ്പം തന്നെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ, പിന്നീട് ഈ പറയുന്ന രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാരിൻ്റെ പലതരത്തിലുള്ള ദൂർത്തുകൾ വരുന്നു. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ രാവിലെ നൽകിയ വാർത്ത കൂടി 33 സെമിനാറുകൾ സർക്കാർ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തദ്ദേശത്തിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. സർക്കാരിൻ്റെ PR വർക്കുകൾ ഒരു വശത്തുകൂടി അങ്ങനെ നടക്കുകയാണ്. അതിന് പണം കണ്ടെത്തേണ്ടതും ഈ കടമെടുപ്പിൽ കൂടിയാണ്. കാരണം സംസ്ഥാന സർക്കാരിന് കാര്യമായ മറ്റ് വരുമാന മാർഗ്ഗങ്ങളില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ ബെവ്കോയിൽ നിന്നാണെങ്കിലും ശരി, ലോട്ടറിയിൽ നിന്നുള്ള വരുമാനമൊക്കെ ആണെങ്കിലും ശരി, കാര്യമായി ഈ പറയുന്ന രീതിയിൽ അതിനൊരു ചെലവിന് ആവശ്യമുള്ള തുകയുടെ അത്രയൊന്നും എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നു. അങ്ങനെ അടുത്ത 4 മാസം, ഈ പറയുന്ന സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ എവിടെ നിന്ന് പണം സർക്കാർ കണ്ടെത്തുമെന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കടമെടുപ്പിനെ ആശ്രയിക്കുകയാകും. അങ്ങനെ സംസ്ഥാനം ഒരു വലിയ ദുരന്തത്തിലേക്ക്, സാമ്പത്തിക ദുരന്തത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ്. ഇനി മറ്റൊരു വശം കൂടിയുണ്ട്. ഈ കഴിഞ്ഞ 19-ാം തീയതിയാണ് സർക്കാർ വീണ്ടും കടുത്ത ട്രഷറി നിയന്ത്രണം കേരളത്തിൽ അടിച്ചേൽപ്പിച്ചത്. 25 ലക്ഷം രൂപ വരെയായിരുന്നു സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ട്രഷറികളിൽ നിന്ന് ബില്ല് മാറാനുള്ളൊരു അവകാശമായി നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റി 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ നൽകണമെങ്കിൽ, അത് പാസ്സാക്കണമെങ്കിൽ സർക്കാരിൻ്റെയും ധനവകുപ്പിൻ്റെയും പ്രത്യേക അനുമതി ഉണ്ടാകണമെന്നുള്ളതാണ് നിർദ്ദേശം. ഈ ട്രഷറി നിയന്ത്രണം എന്നുള്ളത് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്കറിയാവുന്നതാണ്. ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ഈ 10 ലക്ഷം രൂപയിലേക്ക് താഴ്ത്തുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ പറയുന്ന 10 ലക്ഷം എന്നുള്ള പരിധി സർക്കാർ ഇനിയും കുറയ്ക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. കാരണം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ പറയുന്ന മറ്റു സംസ്ഥാനങ്ങൾ പലതും കടമെടുക്കുമ്പോഴും കേരളത്തിൻ്റെ കടമെടുപ്പ് എന്നുള്ളത് അത് GSDPയുടെ ശതമാനക്കണക്കിൽ ഏതാണ്ട് 33% മുകളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യകരമല്ലാത്ത കടമെടുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും 27,000 രൂപയിലേക്ക് ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് നീങ്ങുകയാണ്. 5 ലക്ഷം കോടിയിലേക്ക് കേരളത്തിൻ്റെ ആകെയുള്ള പൊതുകടവും വർദ്ധിക്കുകയാണ്. ശരി പ്രജിത്ത്, സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക തകർച്ചയുടെ നേർചിത്രമാകുകയാണ് കടമെടുപ്പ്. ഇത്തവണ 4,000 കോടി രൂപയ്ക്കായുള്ള കടപ്പത്ര ലേലമാണ് മുംബൈയിൽ നടക്കുന്നത്. സെപ്റ്റംബർ 2-നാകും ലേലം നടക്കുക. 3,000 കോടി രൂപ കടമെടുത്ത് ഒരാഴ്ച തികയും മുൻപാണ് ഭീമമായ തുകയ്ക്കുള്ള അടുത്ത കടമെടുപ്പ് എന്നുള്ളതാണ്. പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി ധാരാളം ഓണവിശേഷങ്ങളും പൂക്കളുടെ വിശേഷങ്ങളും ഒക്കെയുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. എന്തായാലും ഓണം എത്തിയതോടെ കർണാടകയിലെ വയലുകളിൽ പൂക്കാലം. ഗുണ്ടൽപേട്ടിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പാടം കാണാൻ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തുന്നത്. ആ വർണ്ണ വസന്തം നമുക്കൊന്ന് കണ്ടുവരാം. ഗുണ്ടൽപേട്ടിൽ നിന്നും അർജുൻ PS തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുണ്ടൽപേട്ടയാണ്. കർണാടക ഗുണ്ടൽപേട്ടയിലെ മനോഹരമായിട്ടുള്ള ഒരു പൂപ്പാടമാണ് നമ്മൾ കാണുന്നത്. വിവിധ തരത്തിലുള്ള പൂക്കൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചെണ്ടുമല്ലി ആണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. നമ്മുടെ വയനാട്ടിലേക്കൊക്കെ കൂടുതലായും കയറ്റിവിടുന്നത് ഇത്തരത്തിൽ ചെണ്ടുമല്ലി പൂവാണ്. വിവിധ തരത്തിലുള്ള വിവിധ നിറത്തിലുള്ള ചെണ്ടുമല്ലികളാണ് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ സൂര്യകാന്തി പൂക്കളുണ്ട്. നിരവധി പേരാണ്, അതായത് വയനാട്ടിൽ നിന്നും മറ്റ് ജില്ലകളിൽ അടക്കം നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഓരോ ജില്ലകളിൽ നിന്നും നിരവധി പേര് വരുന്നുണ്ട്. കുറച്ച് പേർ നമ്മളിവിടെ ചേരുന്നുണ്ട്. കണ്ണൂർ മമ്പറ സ്കൂളിലെ ടീച്ചേഴ്സാണ്. സാറേ, എങ്ങനെയുണ്ട് ഇവിടെ വന്ന് കണ്ടിട്ട്? ഇവിടെ നല്ല മനോഹരമായിരിക്കുന്നു. ഒരുപാട് പൂക്കൾ, വ്യത്യസ്തങ്ങളായ പൂക്കൾ. നമ്മൾ ഇവിടെയുള്ള ഈ കാഴ്ചകളും ഈ പൂക്കളെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ഈ കൃഷികളെക്കുറിച്ചും അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ മമ്പറം UP സ്കൂളിലെ ടീച്ചേഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ വിവിധങ്ങളായ സ്ഥലങ്ങൾ നമ്മൾ
കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വില വ്യത്യാസങ്ങളും പൂക്കളുടെ വെറൈറ്റിയെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വരികയാണ്. തീർച്ചയായും സ്കൂൾ അടച്ചു കഴിയുമ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെന്റ് വേണ്ടല്ലേ? നമുക്ക് നമ്മളിത് ആസ്വദിക്കുകയും കൂടാതെ ഇതിൻ്റെ കൃഷികളെക്കുറിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കുട്ടികൾക്കും നമുക്ക് സ്കൂളിലൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള കൃഷികളും പൂന്തോട്ടങ്ങളും പിന്നെ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായും അതിൽ തന്നെ ഇവിടെ വന്നിട്ട് പൂക്കളൊക്കെ മേടിച്ചു എങ്ങനെയാണ്? പൂക്കളൊക്കെ അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വില കുറവാണ്. ഒരു കിലോക്ക് 30 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 120-200 റേഞ്ചൊക്കെ ഉള്ള പൂക്കൾ ഇവിടെ ഒരു 30-40 രൂപക്കൊക്കെ കിട്ടുന്നുണ്ട്. ഈ കാലാവസ്ഥാപരമായിട്ട് നമുക്ക് ഈ കണ്ണൂരിലേക്ക് അത് ബാധിച്ചിട്ടുണ്ട് ഈ പൂക്കളുടെ കൃഷി? നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മഴ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നമില്ല. ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇന്നിങ്ങോട്ട് വരണോ വേണ്ടത് നല്ലൊരു സംശയത്തിലുണ്ടായത്. പക്ഷേങ്കിൽ ഈ കാലാവസ്ഥ നല്ല അനുകൂലമാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇവർ പറയുന്നത്. അധ്യാപകരാണ്. അവർ അവധിയൊക്കെ ആയപ്പോൾ, ഓണത്തിൻ്റെ അവധിയൊക്കെ ആയപ്പോൾ ഈ ഗുണ്ടൽപേട്ട വന്ന് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞ് വന്നവരാണ്. ഈ പൂക്കളൊക്കെ കണ്ട് രസിച്ച് നടക്കുകയാണ്. മാത്രമല്ല ഈ അധ്യാപകർ മാത്രമല്ല, നിരവധി പേരെ നമുക്കിവിടുന്ന് കാണാം. ഫോട്ടോയൊക്കെ എടുക്കുന്ന ആളുകളുണ്ട് ഇവിടെ വന്നിട്ട്. അത്തരത്തിൽ തങ്ങളെ ഒരു കിട്ടിയ ഇടവേള ഒരു ആനന്ദകരമാക്കുക എന്നുള്ള നിലയ്ക്കാണ് ആളുകളൊക്കെ ഇവിടെ എത്തുന്നത്. അത്തരത്തിൽ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. വലിയൊരു പൂപ്പാടമാണിത്. ഇത്തരത്തിൽ സൂര്യകാന്തി പൂക്കൾ കാണാം, അതുപോലെ തന്നെ ചെണ്ടുമല്ലി പൂവുകൾ കാണാം. വിവിധ തരത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കളുണ്ട്. നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. കൊച്ചു കുട്ടികളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്. അങ്ങനെ നിരവധി പേർ ഇവിടെ എത്തി ഈ പൂപ്പാടം കാണുന്നുണ്ട്. ക്യാമറമാൻ പ്രശോഭനൊപ്പം അർജുൻ PS, ജനം, വയനാട്. പൂവിളി ഉയർന്നതോടെ പൂരത്തിന്റെ നാട് ഓണം മൂടിൽ. പൂരവും പുലികളിയും ഓണവും അങ്ങനെ ആഘോഷങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് തൃശ്ശൂരുകാർ പറയുന്നു. ഓണമെടുത്തതോടെ തൃശ്ശൂരിലെ പൂവിപണിക്കും മാറ്റേറുകയാണ്. അത്തം പിറന്നതോടെ തൃശ്ശൂരിൽ പൂവിപണി കത്തിക്കയറുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വലിയ തോതിൽ തൃശ്ശൂരിലേക്ക് പൂവെത്തുന്നു. 1000 മുതൽ 100 രൂപ വരെ വിലയുള്ള വിവിധ ഇനം പൂക്കളും ഇവിടെ തയ്യാറാണ്. വില അല്പം കൂടുതലാണെങ്കിലും ഓണം കളറാക്കുമെന്നാണ് തൃശ്ശൂരുകാർ പറയുന്നത്. ആഘോഷങ്ങൾ എന്നും ഹരമാണ് തൃശ്ശൂരിന്. പൂരമായാലും ഓണമായാലും അത് പത്തരമാറ്റോടെ ആഘോഷിക്കും. അങ്ങനെ പൂരത്തിന് ശേഷം അത്തം പിറന്നു. അത് ഓണത്തിലേക്ക് നടന്നെടുക്കുന്നു. അത്തം മുതൽ 10 ദിനം പൂക്കളം തീർത്ത് ഓണം ആഘോഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും തൃശ്ശൂരുകാർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പൂവിപണിയും ചന്തത്തോടെ മുന്നേറുകയാണ്. വില അല്പം കൂടുതലാണെങ്കിലും ഓണത്തിന്റെ മാറ്റു കുറയ്ക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് തൃശ്ശൂരുകാർ പറയുന്നത്. പൂവിൻ്റെ വില ഇപ്പോൾ അവർ പറയുന്നത് ഗണേശോത്സവം കൂടെ വന്നതുകൊണ്ട് കുറച്ച് കൂടിയെന്നാണ്. ഇപ്പോൾ നാളെ തൊട്ട് കുറച്ച് കുറയുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ചധികം അത്യാവശ്യത്തിന് വിലയുണ്ട്. കളർ ഒട്ടും കുറയ്ക്കുന്നില്ല. കളർ നന്നായി കൂട്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഓണാഘോഷിക്കുന്നത്. എന്തായാലും നമ്മൾ വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ വളരെ സന്തോഷത്തോടെ വില നോക്കാതെ നമ്മൾ ഓണാഘോഷിക്കുക തന്നെയാണ്. അതെ, നാടും നഗരവും പൂവും പൂവിളികളാലും ഉണർന്നതോടെ അതിർത്തികൾ താണ്ടിയാണ് വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന പൂക്കളെത്തുന്നത്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് മലയാളിക്ക് അത്തപ്പൂക്കളം തീർക്കുന്നതിനുള്ള മനോഹര പുഷ്പങ്ങൾ എത്തിയിട്ടുള്ളത്. പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മുമ്പിൽ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്താണ് ഇത്തവണയും പൂവിൽപ്പനയ്ക്ക് പ്രധാന വേദി ഒരുങ്ങിയിട്ടുള്ളത്. ഗണേശോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ പൂവിന് വിലയൽപ്പം ഉയർന്നിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ വിലയിൽ ഇടിവുണ്ടാകുമെന്ന് വ്യാപാരികൾ പറയുന്നു. ഗണപതിയോത്സവം ആയതുകൊണ്ട് ഈ വർഷം സ്റ്റാർട്ടിംഗ് ആണ് ഗണപതിയോത്സവം വന്നത്. അതുകൊണ്ട് തന്നെ പൂവിന് നല്ല ഇരട്ടി വിലയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് 2-3 ദിവസം കുറയാനായിട്ട് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ വ്യാപാരം നടത്തുന്നത്. കിലോഗ്രാമിന് 1000 മുതൽ 120 രൂപ വരെ നിരക്കിലുള്ള പൂക്കൾ വിപണിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുസ്കിൻ വൈറ്റ് ആണ് വിപണിയിലെ രാജാവ്. കിലോഗ്രാമിന് 1000 രൂപയാണ് വില. യഥാക്രമം ചെണ്ടുമല്ലി ഓറഞ്ച് നിറത്തിന് 160, മഞ്ഞയ്ക്ക് 200, പനീർ റോസ് 300 മുതൽ 350 രൂപ വരെയും, ചുവന്ന റോസിന് 400, മേരി ഗോൾഡിന് 300, വാടാർ മല്ലിക്ക് 300, ആസ്റ്റർ ബ്ലൂ 400, ആസ്റ്റർ പിങ്ക് 400, അരളി 260. ഇങ്ങനെ നീളുകയാണ് പൂവിൻ്റെ വിലകൾ. ഒപ്പം പൂവിൻ്റെ 100 രൂപ കിറ്റുകളും വിപണിയിൽ പൊടി പൊടിക്കുകയാണ്. ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം സാനു K. സജീവ്, ജനം, തൃശൂർ.
ഓണക്കാലത്തിന് മാറ്റുകൂട്ടി തിരുവനന്തപുരത്തെ സൂര്യകാന്തി വസന്തം. തിരുവനന്തപുരം സെന്റ് സേവിയേഴ്സ് കോളേജിലാണ് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പൂപ്പാടമുള്ളത്. കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയ SV സുജിത്താണ് ഈ പൂപ്പാടത്തിന് പിന്നിലെ അമരക്കാരൻ. പൂഴി മണ്ണിൽ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പവസന്തം ആസ്വദിക്കാൻ കേരളത്തിന് പുറത്തുള്ളവരും എത്തുകയാണ്. ഓണക്കാലത്ത് നല്ല പൂപ്പാടങ്ങൾ തേടി ഇനി സംസ്ഥാനം വിട്ടൊന്നും പോകണ്ടാരും. നമ്മുടെ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നല്ല കിടിലനൊരു പൂപ്പാടം ഒരുക്കിയിട്ടുണ്ട്. ജെണ്ടുമല്ലിയും സൂര്യകാന്തിയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല കിടിലനൊരു പൂവ്. അപ്പോൾ എൻ്റെ പുറകെ കാണുന്നത് ഈ ഒരു പൂപ്പാടമാണ്. 6 ഏക്കറോളം വരുന്ന പൂപ്പാടം. എല്ലാവർക്കും ഇവിടെ വന്ന് ഓണത്തിന് നല്ല കിടിലൻ കാഴ്ച വസന്തം കണ്ടിട്ട് പോവാം. മികച്ച കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവ് കൂടിയായ SV സുജിത്ത് കഴിഞ്ഞ 8 വർഷമായി പൂക്കൃഷിയിൽ സജീവമാണ്. ചെണ്ടുമല്ലിയും വാടാമല്ലിയും സ്ഥിരമായി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും സൂര്യകാന്തി പൂക്കൾ ഇത് ആദ്യമായാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു 6 ഏക്കറിൽ പൂപ്പാടം ഒരുക്കിയിട്ടുണ്ട്. 30,000-ഓളം സൺഫ്ലവറും 20,000-ഓളം മേരിഗോൾഡാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതുതലമുറയ്ക്ക് കൃഷിയുടെ എന്താണെന്നും കൃഷിയുടെ മുറകൾ, നമ്മുടെ മെക്കനൈസേഷൻ ആണെങ്കിലും ഇറിഗേഷൻ സിസ്റ്റം ആണെങ്കിലും എല്ലാം കണ്ട് മനസ്സിലാക്കി കൃഷിയിലേക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മനസ്സിന് ആനന്ദകരമായിട്ട് നമ്മൾ പല തോട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പച്ചക്കറിയുടെ തന്നെ കുടുംബത്തിനാണെങ്കിലും പച്ചമുളക്, സാമ്പാർ മുളക്, ബട്ടർനട്ട്, അങ്ങനെ എല്ലാം വൈവിധ്യമായ എല്ലാ പച്ചക്കറി വീട്ടിൽ ആവശ്യമുള്ള എല്ലാ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു പാടം ഒരുക്കിയിട്ടുണ്ട്, പഴയ ഒരു ജലചക്രം ഒരുക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും മനസ്സിന് സന്തോഷമാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഞങ്ങൾ ആരവം 2025 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. കടപ്പുറം മണലാണ്. ഇവിടെ ഏകദേശം 500 മീറ്റർ മാത്രമേ കടലുള്ളൂ. ജനങ്ങൾക്ക് വിഷരഹിത പച്ചക്കറി നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ സയൻറ്റിസ്റ്റിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ സൂര്യകാന്തി പാടം എന്ന് പറഞ്ഞാൽ കാര്യം ഇവിടുന്ന് പലരും തെങ്കാശി പോയിട്ട് കാണാൻ പറ്റില്ലെന്ന് വിഷമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, നമുക്കിവിടെ എന്തുകൊണ്ട് ഒരുക്കിക്കൂടാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രയൽ ചെയ്തു. പക്ഷേ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. മഴയുണ്ടായിരുന്നു, ഭയങ്കര വെയിലുണ്ടായിരുന്നു, ഭയങ്കര ചലഞ്ച്. അപ്പോൾ ഞങ്ങൾ വെള്ളായണിയിലെ ഫ്ലോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സയൻറ്റിസ്റ്റുകളെല്ലാം വന്ന് ഇവിടെ എല്ലാം നോക്കി നമ്മൾ സപ്പോർട്ട് ചെയ്തു. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മനോഹര കാഴ്ച ഉണ്ടാക്കിയത്. കണ്ണെത്താ ദൂരം വിരിഞ്ഞു കിടക്കുന്ന പൂപ്പാടം കാണാനെത്തുന്ന കാഴ്ചക്കാരും നിരവധിയാണ്. സന്ദർശകർക്കായി ആരവം എന്ന പേരിൽ പുഷ്പമേളയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചുവന്ന തുടുത്തും കടുത്ത മഞ്ഞയിലും പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി പൂക്കളുടെ കാഴ്ചയും അതിമനോഹരമാണ്. ഈ ഒരു പൂപ്പാടം കാണാനായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും നല്ല ഓണത്തിൻ്റെ വൈബൊക്കെ ആയിട്ട് ഓലക്കുടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂടി ഇവിടെ നിന്ന് ഈ ഒരു ഓണക്കാഴ്ചകളൊക്കെ കണ്ടിട്ട് മടങ്ങാമെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രസമാണ്. എന്തായാലും വരാത്തവർ തീർച്ചയായിട്ടും ഇവിടെ വരണമെന്ന് തന്നെ പറയും. കാരണം അത്രയ്ക്ക് വർത്തായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ക്യാമറാമാൻ ബിജു എം സായിക്കൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം. കോഴിക്കോടിനെ ഇളക്കി മറിച്ച് ജനം TV മെഗാ പൂക്കള മത്സരം. ഹൈലൈറ്റ് മോളിൽ നടന്ന മത്സരത്തിൽ കൊച്ചിയിൽ നിന്നെത്തിയ ഡേ ടു ഡേ ടീം വിജയികളായി. മലബാറിൽ വലിയ ജനപിന്തുണയാണ് ജനം TV മേഖലാ പൂക്കള മത്സരത്തിന് ലഭിച്ചത്. മലബാറിൽ ഓണാവേശം തീർത്ത് ജനം TV മെഗാ പൂക്കള മത്സരം.
ജനം TV സംഘടിപ്പിച്ച മെഗാ ഓണപ്പൂക്കള മത്സരത്തിൽ മാറ്റുരയ്ക്കാനെത്തിയത് 19 ടീമുകൾ. കാസർഗോഡ് മുതൽ കൊച്ചിയിൽ നിന്നുവരെയുള്ളവർ മത്സരത്തിൽ മാറ്റുരച്ചു. രാവിലെ 11:30ഓടെയാണ് ഹൈലൈറ്റ് മാളിൽ പൂക്കള മത്സരങ്ങൾ ആരംഭിച്ചത്. 3 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ മത്സരാർത്ഥികളും അതിമനോഹരമായ പൂക്കളങ്ങൾ തീർത്തു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് ആർട്ടിസ്റ്റ് മധുവിന്റെ നേതൃത്വത്തിലുള്ള സമിതി വിധിയെഴുതി. കണ്ണങ്കണ്ടി ഇ-സ്റ്റോർ സ്പോൺസർ ചെയ്ത 1ാം സമ്മാനമായ 50,000 രൂപ കൊച്ചിയിൽ നിന്നെത്തിയ ഡേ ടു ഡേ ടീം കരസ്ഥമാക്കി. കോഴിക്കോടൻ ആഗ്രോ ഫ്രൂട്ട് സ്പോൺസർ ചെയ്ത 30,000 രൂപയുടെ 2ാം സമ്മാനം 5 ഫ്ലവേഴ്സ് ചേളാരി സ്വന്തമാക്കി. സൂപ്പർനോവ ഫ്രൂട്ട്സ് പ്രൊഡക്റ്റ് സ്പോൺസർ ചെയ്ത 3ാം സമ്മാനമായ 20,000 രൂപ സ്റ്റാർ ഫ്രണ്ട്സ് പുള്ളൂരാംപാറയും സ്വന്തമാക്കി. പൂക്കളങ്ങൾ കണ്ട് മനസ്സ് നിറഞ്ഞ ഓരോരുത്തരും ജനം ടിവിക്ക് നന്ദി പറഞ്ഞു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു ജനം TV പൂക്കള മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. എല്ലാ മത്സരങ്ങളും ഇരുകൈയും നീട്ടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ജനം, കോഴിക്കോട്. ഓണക്കാഴ്ചകളുമായി എത്തിയ അത്തത്തിന് മുത്തം എന്ന ആൽബം ശ്രദ്ധേയമാകുന്നു. എഴുമാവിൽ രവീന്ദ്രനാഥ് രചന നിർവഹിച്ച സംഗീതാവിഷ്കാരത്തിന് സംഗീതം പകർന്നത് രഞ്ജിനി സുധീരനാണ്. ആലാപനം കല്ലറ ഗോപനും രഞ്ജിനി സുധീരനും. മൊത്തം കൊടുമുത്തുക്കുട ചൂട് തൃക്കാക്കരയപ്പൻ ഒരു ചിത്രക്കുട തേട് തൃക്കൈ മധുനേദ്യം തിരുനാവിൽ ചേർത്താട് ചിത്തത്തിലെ മാവേലി തമ്പ്രാനൊരു ചൂട് അക്കണ്ണിലും ഇക്കണ്ണിലുമത്ത ചമയത്തിൻ സപ്തസ്വരവർണ്ണാഭയൊരുക്കുന്ന മിനുപ്പിൽ അക്കണ്ണിലും ഇക്കണ്ണിലുമത്ത ചമയത്തിൻ സപ്തസ്വരവർണ്ണാഭയൊരുക്കുന്ന മിനുപ്പിൽ തെറ്റിനൽ ചേമന്തി മുക്കുറ്റി തുമ്പ പിച്ചി വെൺമന്ദാരം ചെമ്പ്രത്തി മുല്ല അത്തത്തിന് മുത്തം കൊടുമുത്തുക്കുട ചൂട് തൃക്കാക്കരയപ്പൻ ഒരു ചിത്രക്കുട തേട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് വിവാഹ മാമാങ്കം. ചിങ്ങമാസത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമുള്ള ദിവസമായ ഇന്ന് 220 വിവാഹങ്ങൾ ഇതുവരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 5 മണി മുതൽ തന്നെ വധൂവരന്മാർ താലി ചാർത്തി തുടങ്ങിയിരിക്കുകയാണ്. രാജു ഗുരുവായൂർ ചേരുന്നു. രാജു, എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? രോഹിണി, ചിങ്ങമാസത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഏകദേശം 230 വിവാഹങ്ങളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന സമയങ്ങളിൽ ഇതിൽ കൂടുതൽ ആകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ക്രമീകരണങ്ങൾ, വിവാഹം സുഗമമായി നടക്കാനായിട്ട് വലിയ ക്രമീകരണങ്ങൾ ദേവസ്വം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 4-5 കല്യാണ മണ്ഡപങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വരനും പാർട്ടിയും ഏകദേശം 5 മണി മുതൽ തന്നെ വിവാഹങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ ഏകദേശം 150 വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി ഈ വരനും വധുവിന്റെയും പാർട്ടിയും അതുപോലെ ബന്ധുക്കളും ചേർന്ന് തെക്കേ പട്ടർക്കുളത്തിന് സമീപം ഒരു നടപ്പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. താൽക്കാലിക നടപ്പന്തൽ, സ്പെഷ്യൽ നടപ്പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ വന്ന് അവിടുത്തെ ടോക്കൺ കൗണ്ടറിൽ നിന്നും ടോക്കൺ എടുത്ത് അവിടെ വിശ്രമിക്കാം. അതിനുശേഷം ഇവർ ഊഴം അനുസരിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് ഇവരെ കടത്തിവിടും. അതിനുശേഷം അവിടെ നിന്നും 24 പേർക്ക് മാത്രം, അതായത് വരനും വധുവും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്ക് മാത്രമേ ക്ഷേത്രത്തിൽ ഈ കല്യാണ മണ്ഡപത്തിൽ
മണ്ഡപത്തിലേക്ക് കയറി വിവാഹം നടത്താനായിട്ട് സാധിക്കൂ. സമയക്രമം അനുസരിച്ച് ഈ വിവാഹ മണ്ഡപത്തിലേക്ക് കയറ്റി അവിടെ വിവാഹം നടത്താം. അതിനുശേഷം അവരുടെ ബന്ധുക്കൾക്ക് അപ്പുറത്തെ ഗ്രില്ലിന് സമീപത്തു നിന്നും ഈ വിവാഹത്തിൽ പങ്കെടുക്കാം. അതിനുശേഷം ഈ അമ്പലത്തിന്റെ ദീപസ്തംഭത്തിന് അടുത്ത് വന്ന് ഭഗവാനെ തൊഴുത ശേഷം തെക്കേ നടവഴി മാത്രമേ കടന്നു പോകാനായിട്ട് അനുവദിക്കുള്ളൂ. അത്തരത്തിൽ വലിയ ക്രമീകരണങ്ങളാണ് ഗുരുവായൂരിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇനിയും വിവാഹങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് മുടക്ക് ദിവസമാണ്, അവധി ദിവസമായതിനാൽ ഒട്ടേറെ ഭക്തർ ഈ കല്യാണത്തിൽ കൂടാതെ തന്നെ അനേകം ഭക്തർ വരുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം തന്നെ ഏകദേശം 34 ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരെ കൂടുതലായിട്ട് നിയമിച്ചിട്ടുണ്ട്. അധികം പോലീസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുരുവായൂരിലെ ഔട്ടർ റോഡും ഇന്നർ റിംഗ് റോഡും ടോട്ടൽ എല്ലാ വാഹനങ്ങൾക്കും ഈ വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരം ഗതാഗത സൗകര്യവും വളരെ കൃത്യമായിട്ട് ഒരുക്കിയിട്ടാണ് ഇന്ന് വിവാഹങ്ങൾ നടക്കുന്നത്. ഏകദേശം ഉച്ചയോടുകൂടി ഈ വിവാഹങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ പോലീസും സെക്യൂരിറ്റി വിഭാഗവും ചേർന്ന് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ് സുഗമമായി വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഹിണി. ശരി രാജു, എന്തായാലും ഇന്ന് ഗുരുവായൂർ ക്ഷേത്ര പരിസരം വധൂവരന്മാരെ കൊണ്ടിങ്ങനെ നിറയുകയാണ്. ചിങ്ങമാസത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമുള്ള ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഏകദേശം 220-ലധികം വിവാഹങ്ങളാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. 220 വിവാഹങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ 5 മണി മുതൽ തന്നെ വധൂവരന്മാർ താലി ചാർത്തി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാജു ഗുരുവായൂരാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കും. വ്യാപാര ബന്ധം ശക്തമാക്കുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തുമെന്നാണ് വിലയിരുത്തൽ. മ്യാൻമർ താൽക്കാലിക പ്രസിഡന്റുമായും മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നാളെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകുമ്പോൾ എത്രത്തോളം നിർണായകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയും? രോഹിണി, ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഈ സുപ്രധാനമായ കൂടിക്കാഴ്ചയിലേക്ക്. കാരണം ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈനയിലേക്ക് പോകുകയാണ്. നമുക്കറിയാം, ആ ഒരു 7 വർഷമെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കുന്നത് 2020 ഗാൽവൻ താഴ്വരയിലുണ്ടായിട്ടുള്ള സംഘർഷം തന്നെയാണ്. അവിടേക്ക് ചൈന നമ്മുടെ ഭൂമിയിലേക്ക് കടന്നു കയറാനൊരു ശ്രമം നടത്തുന്നു. നമ്മുടെ കരുത്തുറ്റ സൈന്യം അതിനെ പ്രതിരോധിക്കുന്നു. അവിടെ ഒരു സംഘർഷം ഉണ്ടാവുകയും നമ്മുടെ 20 സൈനികർ അവിടെ വീരമൃത്യു വരിച്ച് തിരിച്ച് ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൽ ചൈനയുടെ 40-ലധികം പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തത് ചരിത്രമാണ്. അങ്ങനെ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷം രൂപപ്പെട്ടു 2020 ശേഷം. അതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സങ്കീർണമായി. പഴയ സമീപനമായിരുന്നില്ല ഭാരതത്തിന്. നമുക്കറിയാം, നെഹ്റുവിൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ ചൈനയുടെ ഒരു അടിമ സംവിധാനത്തിലേക്ക് ഇന്ത്യ ഒരു ഘട്ടത്തിൽ പോയെങ്കിൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടങ്ങളിൽ അങ്ങനെയായിരുന്നില്ല. അടിക്ക് തിരിച്ചടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. പക്ഷേ പിന്നീട് അതൊരു സൗഹൃദത്തിൻ്റെ വഴിയിലേക്ക് വീണ്ടും ഇപ്പോൾ നീങ്ങുകയാണ്. കാരണം ഭാരതത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് സമാധാനത്തിനായുള്ള ആഹ്വാനം തന്നെയാണ് നമ്മൾ ലോകത്തിന് മുന്നിൽ വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളാണെങ്കിലും പഴയ നിലപാടുകൾ തിരുത്തിക്കൊണ്ട് ഒരു സമാധാനത്തിൻ്റെ വഴിയിലേക്ക് വരുവാൻ തയ്യാറാണെങ്കിൽ അത് ഏത് രാഷ്ട്രമാണെങ്കിലും അതിനെ അംഗീകരിക്കും എന്ന വളരെ സുദീർഘമായ നിലപാട് ഒരിക്കൽ കൂടി ഭാരതം മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനാൽ ചൈനയുമായി ഇപ്പോൾ ഭാരതം അടുക്കുന്നുണ്ട്. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഒരു മികച്ച ബന്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതിന് അമേരിക്കയുടെ താരിഫ് ഭീഷണിയും ഒരു കാരണമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വിദേശകാര്യ വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ ഒരുപോലെ വിരൽ ചൂണ്ടുന്നത് അടുത്ത കാലത്ത് അമേരിക്ക ഉയർത്തിയ താരിഫ് ഭീഷണി, ആ രീതിയിൽ ട്രംപ് നടത്തിയ ചില പ്രകോപനങ്ങൾ, ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിൽ അനാവശ്യമായ ഒരു വെള്ളിയേട്ടൻ ചവയാൻ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതെല്ലാം ഭാരതത്തെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഘട്ടത്തിലാണ് ചൈനയും ഭാരതവും തമ്മിൽ ഒരുമിച്ചുകൊണ്ട് ഒരു ഏഷ്യയിലെ ഒരു പ്രബല 2 ശക്തികൾ, 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 2 പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളാണ്. നമുക്കറിയാം, ഭാരതമാണിന്ന് ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ള രാജ്യം. ഭാരതത്തിന് തൊട്ട് താഴെ ചൈനയുണ്ട്. അതായത് ലോക ജനസംഖ്യയുടെ 6-1 ഭാരതവും ചൈനയും എന്നീ 2 രാജ്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഏതാണ്ട് 140 കോടിയിലധികം ജനസംഖ്യ
ഈ രണ്ട് രാജ്യങ്ങളിലുമുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള രണ്ട് സൈനിക ശക്തികൾ, ഭാരതത്തിൻ്റെ സൈന്യം അതോടൊപ്പം തന്നെ ചൈനയുടെ സൈന്യമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സൈനിക ശക്തികളാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏഷ്യയിലെ രണ്ട് പ്രധാനപ്പെട്ട ശക്തികളുടെ തലവന്മാരാണ് ഇന്നിപ്പോൾ ചൈനയിൽ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. പ്രത്യേകിച്ചൊരു മഞ്ഞുരുക്കം ഉണ്ടായിരിക്കുന്നു. ഭാരതവും ചൈനയും തമ്മിലൊരു യുദ്ധസമാനമായ അന്തരീക്ഷം ഗാൽവന് ശേഷം പല ഘട്ടങ്ങളിൽ രൂപപ്പെട്ടുവെങ്കിലും അതെല്ലാം മാറി അവിടെ ഒരു സമാധാന അന്തരീക്ഷം രൂപപ്പെടുകയും അതിർത്തി പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ തീർച്ചയായും ഈ സുപ്രധാനമായ കൂടിക്കാഴ്ചയിലേക്ക് ഉറ്റുനോക്കുകയാണ്. രോഹിണി. അതോടൊപ്പം ഗൗതം, ഭാരതത്തിന്റെ നിലപാട് എപ്പോഴും നയതന്ത്ര ബന്ധങ്ങൾ ഊഷ്മളമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭാരതം ലോകരാഷ്ട്രങ്ങളുമായി ഇടപെടുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഇടപെടലുകളോ തീവ്രവാദാക്രമണങ്ങളോ ഉണ്ടായാൽ കനത്ത തിരിച്ചടി തന്നെ നൽകിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഭാരതം ചൈന ഒരു നയതന്ത്ര ബന്ധത്തിലേക്ക് നീങ്ങുമ്പോൾ ചില വിമർശനാത്മക സ്വരങ്ങളും ഉയരുന്നുണ്ടല്ലോ. അതായത് ചൈന ഇതുവരെ സ്വീകരിച്ച ചില നിലപാടുകൾ, ഭാരതത്തിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന അത്തരം നിലപാടുകൾ സ്വീകരിച്ച ചൈനയെ ഭാരതത്തോട് അടുക്കുമ്പോൾ അത് പൂർണ്ണമായ രീതിയിൽ വിശ്വസിക്കാമോ എന്നുള്ള ചില ചോദ്യങ്ങൾ കൂടി ഉയർത്തുന്നുണ്ട് പൊതുസമൂഹം. എന്തായാലും നയതന്ത്ര ബന്ധം തന്നെയാണ് പരമപ്രധാനം എന്നുള്ളത് ഭാരതം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ചൈനയുമായി ആകുന്നതിനെ നമുക്ക് എങ്ങനെ കാണാം? രോഹിണിയും അതുതന്നെയാണ് തീർച്ചയായിട്ടും ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണത്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി നമുക്ക് ഏതൊക്കെ രീതിയിൽ വിശ്വസിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം ചൈന ഒരു ജനാധിപത്യ സ്വഭാവമുള്ള രാഷ്ട്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ജനാധിപത്യത്തിന് സ്ഥാനമില്ല, അവിടെ തെരഞ്ഞെടുപ്പുകളില്ല, അവിടെ ഏകാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്ന ആശയം കമ്മ്യൂണിസമാണ് അവിടെ നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിലൂടെ വിജയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളില്ല, വൺ പാർട്ടി സിംഗിൾ പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിനാൽ തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇപ്പോൾ കോവിഡ് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അവിടെ എന്ത് നടക്കുന്നു എന്നതിനെപ്പറ്റിയൊന്നും തന്നെ നമുക്ക് പുറത്തേക്ക് വാർത്തകളൊന്നും കാര്യമായി വരാറില്ല. മാധ്യമ സ്വാതന്ത്ര്യമൊന്നും നമ്മുടെ രാജ്യത്തുള്ളതുപോലെയുള്ളൊരു രാഷ്ട്രമല്ല. പക്ഷേ ഇപ്പോഴത്തെ ചൈനയുടെ നിലപാട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമാണ് എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ രാജ്യങ്ങളുമായും മികച്ച നയതന്ത്ര ബന്ധം സ്ഥാപിക്കുവാനും സമാധാനത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുവാനും എന്ത് വിഷയമുണ്ടായിക്കഴിഞ്ഞാലും അത് ചർച്ചയിലൂടെ പരിഹരിക്കുവാനും ആദ്യഘട്ടത്തിൽ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രം തന്നെയാണ് ഭാരതം. കാരണം ലോകത്തിന് മുന്നിൽ സമാധാനത്തിൻ്റെ സന്ദേശമാണ് നമ്മൾ എല്ലാ കാലഘട്ടങ്ങളിലും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു പിടിച്ചടക്കലിൻ്റെയോ അതിർത്തി മാന്തുന്നതോ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾക്ക് മേൽ ഈ നിഴൽ യുദ്ധം നടത്തുന്നതോ ആയ സ്വഭാവം നമ്മുടെ രാജ്യത്തിന് ഒരിക്കലുമില്ല. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനുമായി പോലും ഭാരതം സമാധാനത്തിൻ്റെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ലാഹോറിലേക്ക് നടത്തിയിട്ടുള്ള ബസ് യാത്രയാണെങ്കിലും പിന്നീട് വിവിധ ഉച്ചകോടിയിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുവെങ്കിലും പാകിസ്ഥാൻ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ നമ്മൾ പൂർണ്ണമായ നയതന്ത്ര വിച്ഛേദം പാകിസ്ഥാനുമായി നടത്തിയിരിക്കുന്നത്. ജലകരാറുകളിൽ നിന്നുൾപ്പെടെ നമ്മൾ പിന്മാറുന്നത് പാകിസ്ഥാനുമായി ചർച്ച നടത്തിയിട്ട് കാര്യമില്ല എന്ന പൂർണ്ണമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സമാധാന അന്തരീക്ഷം എത്തുന്നു. ഒരു ചർച്ചയ്ക്ക് ഷീ ജിൻപിങ്ങും ഭരണകൂടവും തയ്യാറാകുന്ന ഘട്ടത്തിൽ തീർച്ചയായും അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുക. ഒപ്പം അമേരിക്ക ഉയർത്തുന്ന താരിഫ് ഭീഷണിക്കെതിരെ ഏഷ്യയിലെ ഈ പ്രബലമായ രണ്ട് ശക്തികൾ ഒരുമിക്കുന്ന ഘട്ടത്തിൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന ലക്ഷ്യം കൂടി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം രോഹിണി ചോദിച്ചതുപോലെ ഭാവിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീണ്ടും കമ്മ്യൂണിസ്റ്റ് ചൈന അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ മുൻപ് ഗാൽവനിൽ കാട്ടിയതുപോലെ ഒരു കടന്നുകയറ്റത്തിന് ഒരു ശ്രമം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗത്ത് നിന്നും അതിന് തിരിച്ചടികൾ ഉണ്ടാകും, അതിനെ പ്രതിരോധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ അനുകൂലമായി വന്നിരിക്കുന്ന ഈ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്ന നയതന്ത്ര തന്ത്രം തന്നെയാണ് ന്യൂഡൽഹി ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. രോഹിണി. ശരി ഗൗതം. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കും. വ്യാപാര ബന്ധം ശക്തമാകുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും എന്നാണ് വിലയിരുത്തൽ. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.
എറണാകുളത്തെ പുതിയ KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മാണം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നു. കോൺക്രീറ്റ് ഭാഗങ്ങൾ തകർന്ന് അപകടാവസ്ഥയിലുള്ള സ്റ്റാൻഡിന്റെ മുഖമിനുക്കൽ മാത്രമാണിപ്പോൾ നടക്കുന്നത്. തകരാറായ കെട്ടിടം പൊളിച്ചു നീക്കാത്തത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറുകയാണ്. കരിക്കാമുറിയിൽ പുതിയ ബസ് സ്റ്റാൻഡിനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിക്കാമെന്ന് മാത്രമാണ് ഇന്നലെ സന്ദർശനം നടത്തിയ ധനമന്ത്രി KN ബാലഗോപാലിനും പറയാനുള്ളത്. നിഷ ദിലീപ് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. നിഷ പറയും. രോഹിണി, എറണാകുളത്ത് പുതിയ ഒരു KSRTC ബസ് സ്റ്റാൻഡ് എന്നത് വർഷങ്ങളായുള്ള ഇവിടുത്തെ നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. വളരെ താഴ്ന്ന ഒരു പ്രദേശത്താണ് KSRTC ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇങ്ങനെ പുതിയ ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ള ഒരു പ്രഖ്യാപനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. MLA-മാരും മന്ത്രിമാരും ഒക്കെ മാറി മാറി വരുന്നു, കളക്ടർമാർ മാറി മാറി വരുന്നു. ആ സമയത്തൊക്കെ അവിടെ ഒരു സന്ദർശനം നടത്തി എത്രയും പെട്ടെന്ന് ഒരു പുതിയ ബസ് സ്റ്റാൻഡ് എന്ന വാഗ്ദാനം നൽകും. പിന്നീട് അതൊന്നും നടപ്പാക്കാത്ത ഒരു സാഹചര്യം നമ്മൾ കാലങ്ങളായി കാണുന്നതാണ്. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിലവിലെ കെട്ടിടം, അതായത് തകർന്ന കോൺക്രീറ്റ് തൂണുകളും സ്ലാബുകളും ഒക്കെയാണ് അവിടെ ഉള്ളത്. അതൊക്കെ അടർന്ന് വീഴുന്ന ഒരു സാഹചര്യത്തിൽ പോലും തറയൊക്കെ മണ്ണിട്ട് ഉയർത്തി കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് നടക്കുന്നത്. എന്തായാലും അതായത് പഴയ ആ ഒരു സ്കെൽട്ടൺ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പുറം മോടി കൂട്ടൽ അത് മാത്രമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ആശങ്ക അവസാനിക്കുന്നില്ല. കാരണം യാത്രക്കാർ, അവിടെ എത്തുന്ന ആളുകളുണ്ട്, അവിടെ കച്ചവടക്കാരുണ്ട്, അവരുടെ എല്ലാം സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഒരു പുതിയ ഒരു നവീകരണ പ്രവർത്തനം നടക്കുന്നത്. നവീകരണ പ്രവർത്തനമല്ല, ഒരു പുതിയ KSRTC ബസ് സ്റ്റാൻഡ്, അതാണ് ആവശ്യം. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇപ്പോൾ നിലവിലുള്ള ഒരു കെട്ടിടം പുറംമോടി കൂട്ടുന്ന ഒരു നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ ധനമന്ത്രി KN ബാലഗോപാൽ ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ കാണാൻ എത്തിയിരുന്നു. കാരക്കാമുറിയിൽ KSRTC ബസ് സ്റ്റാൻഡിനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള ഒരു പരിശോധന മാത്രമാണ് നടക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും അത്തരത്തിൽ പുതിയ ഒരു ബസ് സ്റ്റാൻഡ് എന്ന ഒരു പുതിയൊരു KSRTC ബസ് സ്റ്റാൻഡ് എന്നതിലേക്ക് പോകാതെ നിലവിലുള്ള ഒരു കെട്ടിടം പുറം മോടി കൂട്ടി നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി KCL വിശേഷങ്ങളിലേക്ക് പോകാം. ക്രിക്കറ്റ് ആവേശത്തിൽ. കേരള ക്രിക്കറ്റ് ലീഗിൽ സൽമാൻ നിസാറിന്റെ ഉജ്ജ്വല ഇന്നിംഗ്സിന്റെ മികവിൽ ട്രിവാൻഡ്രം റോയൽസിനെ തോൽപ്പിച്ച് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. 13 റൺസിനായിരുന്നു കാലിക്കറ്റിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ റോയൽസ് 173 റൺസിന് ഓൾ ഔട്ടായി. അവിസ്മരണീയ ഇന്നിംഗ്സുമായി കാലിക്കറ്റിന് വിജയമൊരുക്കിയത് സൽമാൻ നിസാറാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ജയത്തോടെ 8 പോയിന്റുമായി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് മുന്നേറി. ശനിയാഴ്ച ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ലോക ക്രിക്കറ്റിലെ തന്നെ ഒരു അപൂർവ റെക്കോർഡിനാണ്. ക്രിക്കറ്റിലെ ഒരു ഓവറിൽ മുഴുവൻ പന്തുകളിലും സിക്സർ നേടുന്നത് ഇതാദ്യമല്ല. എന്നാൽ തുടരെ 2 ഓവറുകൾ നേരിട്ട് അതിലെ 11 പന്തുകളും ഒരു താരം സിക്സർ പായിക്കുന്നത് ലോക ക്രിക്കറ്റിൽ തന്നെ ഇതാദ്യമാണ്. ഈ നേട്ടമാണ് സൽമാൻ നിസാർ സ്വന്തമാക്കിയത്. ക്രിക്കറ്റിൽ ഒരു ഓവറിൽ പരമാവധി എത്ര റൺസ് നേടാം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക 36 എന്നാണ്. എന്നാൽ ഇന്ന് 40 റൺസ് ഒരു ഓവറിൽ പിറന്നിരിക്കുകയാണ്. ആ 40 റൺസ് അടിച്ച് സൽമാൻ നിസാർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. സൽമാൻ, ഒരു ഓവറിൽ 40 റൺസ് നേടി. വളരെ സന്തോഷം. കാരണം ടീമിന് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. കാരണം ടീമിൻ്റെ എന്ത് ചെയ്താലും നമ്മൾ ടീം ജയിച്ചാലേ കാര്യമുള്ളൂ. അതെപ്പം വിശ്വസിക്കുന്ന ഒരുത്തരാണ് ഞാൻ. അപ്പം ടീമിന് വേണ്ടിയിട്ട് ജയിപ്പിക്കാനുള്ള മാച്ച് വിന്നിങ് റൺസ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അവസാന ഓവറിൽ 6 സിക്സ്, അതിന് മുമ്പത്തെ ഓവറിൽ 5 സിക്സ്. ഇല്ല, ഞാൻ ജസ്റ്റ് എന്താണോ എൻ്റെ സ്ട്രെങ്ത് അത് ബാക്ക് ചെയ്തത്. അപ്പം ദൈവാനുഗ്രഹം കൊണ്ട്, പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് കറക്റ്റ് ഇന്നെല്ലാം നല്ല രീതിയിൽ തന്നെ പോയി. അതായത് ശരിക്കും പറഞ്ഞാൽ വിജയിക്കാനുള്ള റൺസ് അതായിരുന്നു എന്ന് പറയാം. കാരണം തുടക്കത്തിൽ വലിയ രീതിയിലുള്ള റൺസ് ഉണ്ടായിരുന്നില്ല. അവസാന ഓവറുകൾ നേടിയ ഈ ഒരു 70 റൺസാണ് ശരിക്കും ഈ ഇന്നത്തെ വിജയത്തിൽ നിർണായകമായത്.
എനിക്ക് തോന്നുന്നു എൻ്റെ ഇന്നിങ്സിനെക്കാട്ടി എനിക്ക് കൂടുതലും വാല്യൂ തോന്നുന്ന ഇന്നിങ്സ് അജിനാസിൻ്റെയാണ്. കാരണം ആ സിറ്റുവേഷനിൽ അവൻ അവിടെ സ്റ്റേ ചെയ്ത് നമ്മുടെ ടീമിന് അത്രയും എനിക്ക് തോന്നുന്നു ആ ഒരു ഇന്നിങ്സ് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി ലാസ്റ്റ് ബാറ്റ് ചെയ്യാൻ. അതാണ് എനിക്ക് അജിനാസിനും വളരെ മികച്ച രീതിയിലാണ് അവൻ ബാറ്റ് ചെയ്തത്. ഇനി കുറച്ച് മത്സരങ്ങളും കൂടിയാണുള്ളത്. കഴിഞ്ഞ വട്ടം ഫൈനൽ വരെ എത്തിയ ടീമാണ്. അപ്പോൾ സൽമാൻ എനിക്ക് തോന്നുന്നു ഈ മത്സരം കൂടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അതെ അതെ, ഈ മത്സരം ഇങ്ങനെ പോകും. പക്ഷേ എല്ലാവരും ടീമിലെല്ലാവരും നല്ല വെൽ പ്രിപ്പയർഡ് ആണ്. എല്ലാവരും എന്താ പറയുക, കപ്പടിക്കാനുള്ള എല്ലാ പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെ കപ്പടിക്കും നല്ല വിശ്വാസമുണ്ട് ടീം. എന്തായാലും സൽമാൻ ഇന്നുകൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ലാസ്റ്റ് മാച്ചായിരുന്നു. സൽമാൻ ദുലീപ് ട്രോഫി വേണ്ടിയുള്ള ക്യാമ്പിലേക്ക് പോവുകയാണ്. കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നിന്നും എം നിഖിൽകുമാർ, ജനം. KCLൽ തൃശൂർ ടൈറ്റൻസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ച കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ആദ്യം ബാറ്റ് ചെയ്ത തൃശൂർ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊച്ചി 5 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യത്തിലെത്തി. കൊച്ചിക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയ വിനൂപ് മനോഹരനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ വിനൂപ് മനോഹരൻ സീസണിലെ തന്നെ 2ാം അർദ്ധ സെഞ്ചുറിയാണ് നേടിയത്. തൃശൂർ ടൈറ്റൻസിനെതിരായ നിർണായക മത്സരത്തിൽ 33 പന്തിൽ നിന്നാണ് വിനൂപ് അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയത്. 2 ബൗണ്ടറികളുടെയും 6 സിക്സറുകളുടെയും അകമ്പടിയോടെ 42 പന്തിൽ 65 റൺസാണ് വിനൂപ് നേടിയത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഒരു ജയം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. നമ്മോടൊപ്പം വീണ്ടും വിനൂപ് ചേരുന്നുണ്ട്. വിനൂപ്, വീണ്ടും ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനം, ടീമിന്റെ വിജയത്തിൽ നിർണായകം. അതെ, ഇതിപ്പം ചെന്ന് കളിച്ചു, അത്രേ ഉള്ളൂ, എക്സ്പ്രസ് ചെയ്തു. അതെ, റൺസ് എന്താണ് ഹാഫ് സെഞ്ചുറി നേടിയതിലൊരു സന്തോഷമുണ്ട്. ഇങ്ങനത്തെ വിക്കറ്റിൽ ഇച്ചിരി പാടായിരുന്നു ബാറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ വിക്കറ്റിൽ കളിയെ ജയിപ്പിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം. അതെ, അവസാനമായപ്പോഴത്തേക്ക് കുറച്ച് ടൈറ്റായി. ടൈറ്റായി, തീർച്ചയായും. ഇങ്ങനത്തെ വിക്കറ്റിൽ അവസാനം പെട്ടെന്ന് 2 വിക്കറ്റ് പോവുകയാണെങ്കിൽ ഓബ്വിയസ്ലി ബാറ്റിംഗ് ടീമിന് പ്രഷറാവും. പിന്നെ ഇത് എളുപ്പമായിട്ട് എടുത്തടിക്കാൻ പറ്റുന്ന വിക്കറ്റ് അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ള പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ടീം അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രഷർ നമ്മുടെ ഡഗ്ഔട്ടിൽ കണ്ടില്ല. നമ്മളെന്തായാലും ഒരു 6ൻ്റെ കാര്യമുള്ളൂ. അപ്പം ജയിക്കും എന്നുള്ളൊരു വിശ്വാസം എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു മാച്ച് ഇൻറ്റൻസിറ്റിയിൽ കുറച്ചൊരു എന്താണ് അതെ ഒരിതായി. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഗെയിം പ്ലാൻ സഞ്ജുവും കൂടി ഉണ്ടായിരുന്നു. ഇന്ന് സഞ്ജു ഇല്ലാത്തതുകൊണ്ട് ഗെയിം പ്ലാനിലൊക്കെ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സഞ്ജു വരാൻ നേരത്തെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഉള്ളൂ, അല്ലാതെ ഗെയിം പ്ലാനിലൊരു മാറ്റമില്ല. നമ്മൾ ഒരു ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റാണ് കളിക്കുന്നത്. അപ്പോൾ അതിനെ വിശ്വസിച്ച് നമ്മൾ പോവുക തന്നെയാണ്. അതെ, ബാറ്റിങ്ങിലും ഒപ്പം ബൗളിങ്ങിലും ടീമിൻ്റെ ഓവറോൾ പെർഫോമൻസ് അത് ഓരോ മത്സരം കഴിയുമ്പോഴും കൂടിക്കൂടി വരികയാണ്. അതെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ലോങ് ടൂർണമെൻ്റ് ആണ്. 1-2 കളി കളിക്കുമ്പം തന്നെ ഒരു നമ്മൾക്ക് കോൺഫിഡൻസ് കിട്ടും. ഈ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന അണ്ടർ ലൈറ്റ്സ്, കുറേ പേർക്ക് അത് പുതിയ സംഭവമാണ് അണ്ടർ ലൈറ്റ്സ് കളിക്കുന്നത്. അപ്പം 1-2 കളി കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ സപ്പോർട്ടിങ് സ്റ്റാഫും നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിലും നമ്മുടെ പ്ലേയേഴ്സ് ആണെങ്കിലുള്ള ഒരു ടീം ബോണ്ടിങ് ഇസ് അമേസിങ്. അപ്പം ആ ഒരു പ്രഷറായിട്ട് തോന്നില്ല. എല്ലാവരും ഈ ക്രിക്കറ്റ് നമ്മൾ എൻജോയ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പം അതിൻ്റെ വലിയ ഡിഫറൻസ് ആണ് ഇപ്പം കാണുന്നത്. സാലി എന്ന് പറഞ്ഞ നായകൻ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങുന്നുണ്ട്. ഇന്നിപ്പോൾ ടീമിനെ വിജയിപ്പിച്ചു. അതെ, ക്യാപ്റ്റനായപ്പോൾ അവൻ്റെ ക്യാരക്ടർ തന്നെ ഒരു പുറത്ത് വരുവാണ്. ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു നമ്മൾ ഒരു സ്ട്രെങ്ത് എല്ലാം കൂടെ. അവൻ എനിക്ക് തോന്നുന്ന ഒരു ഷോൾഡർ ഇഞ്ചറി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഒരു ഇതില്ലാതെ ഇരിക്കുമായിരുന്നു. ഐ മീൻ ഇതില്ലാന്ന് പറഞ്ഞാൽ കളിക്കുന്നുണ്ടായിരുന്നു, ബട്ട് സ്കീം ഓഫ് തിങ്സിൽ ഇല്ലാതിരിക്കുക. അപ്പം അവൻ്റെ ഒരു ക്യാപ്റ്റൻസി റോൾ കിട്ടിയപ്പം സാലി, പണ്ടത്തെ സാലി വീണ്ടും വന്നെന്ന് ഞാൻ പറയുന്നുള്ളൂ. അതെ, വിജയം തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽകുമാർ, ജനം. കണ്ണൂരിൽ CPM-നും കോൺഗ്രസിനും ഒരുപോലെ തലവേദനയായി മാറുകയാണ് കണ്ണപുരം കീഴറയിലെ സ്ഫോടനം. പാർട്ടി ഗ്രാമത്തിലെ സ്ഫോടനമാണ് CPM-ന് പ്രതിസന്ധിയാകുന്നതെങ്കിൽ കേസിലെ പ്രതിയായ അനൂപ് മാലിക്കിന്റെ പാർട്ടി ബന്ധമാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. മൂക്കിൻ തുമ്പത്ത് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലെ പോലീസ് സംവിധാനങ്ങൾ പോലും അറിഞ്ഞില്ല എന്നുള്ളതും വിമർശനത്തിന് കാരണമായി കഴിഞ്ഞു. തങ്ങളറിയാതെ പാർട്ടി ഗ്രാമത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നാണ് കാലാകാലങ്ങളായി CPM നേതൃത്വം അവകാശപ്പെടുന്നത്. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് പാർട്ടി കോട്ടയായ കണ്ണപുരം കീഴറയിൽ CPM-നെ ഞെട്ടിച്ചുകൊണ്ട് സ്ഫോടനം നടന്നത്. പാർട്ടി കോട്ടയെന്ന അവകാശവാദത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരമൊരു സംഭവം നടന്നത്. ഈ സ്ഫോടനം പാർട്ടി നേതൃത്വത്തെ ചില്ലറയൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയത്. മാത്രമല്ല
ഈ സ്ഫോടനം പോലീസിന്റെ വീഴ്ച വിളിച്ചു പറഞ്ഞ സംഭവം കൂടിയായി മാറി. കാരണം ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചത് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അകലെയാണ്. മൂക്കിന് താഴെ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവച്ചിട്ടും പോലീസ് അത് അറിഞ്ഞില്ല എന്നത് ഇന്റലിജൻസ് വീഴ്ചയാണെന്ന വിമർശനവും ഉയരുന്നു. അതേസമയം പ്രതിയായ അനൂപ് മാലിക് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് ആരോപിച്ച് BJPയും CPMും രംഗത്തു വന്നത് കോൺഗ്രസ് നേതൃത്വത്തിനും തലവേദനയാകുന്നുണ്ട്. ജനം, കണ്ണൂർ. അനൂപ് മാലിക്കിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. വെടിമരുന്ന് ഉൾപ്പെടെ എവിടെ നിന്ന് ലഭിച്ചുവെന്നും സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത് എന്തിനെന്നുമുള്ള വിവരങ്ങൾ തേടാനാണ് പോലീസിന്റെ തീരുമാനം. അനധികൃത പടക്ക നിർമ്മാണത്തിന് പിന്നിൽ കൂടുതൽ പങ്കാളികളുണ്ടോ, ഉത്സവകാലം അല്ലാതിരുന്നിട്ടും ആർക്കു വേണ്ടിയാണ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചത് തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, അനൂപ് മാലിക്കിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധ ചെലുത്തുന്നത് അന്വേഷണ സംഘം? രോഹിണി, അനൂപ് മാലിക്കിനെതിരെ ഇത് ആദ്യത്തെ കേസല്ല. ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തു അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ ഉപയോഗിച്ചു എന്നുള്ളത് ഇത് ആദ്യത്തെ കേസല്ല. കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനുകളായി ഏതാണ്ട് 6 കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. കാരണം 2016 സമാനമായ രീതിയിൽ ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പടക്കങ്ങൾ വലിയ സ്ഫോടനമുണ്ടാക്കി ഈ കണ്ണൂർ പള്ളിക്കുന്ന് ഭാഗത്ത് ഏതാണ്ട് 80 വീടുകൾക്ക് ഡാമേജ് പറ്റുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോയിരുന്നു. മാത്രമല്ല 25 വർഷമായി ഇതേ തൊഴിൽ ചെയ്യുന്ന ആളാണ് ഈ ഒരു അനൂപ് മാലിക്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കിട്ടിയത് എന്നതിനെ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഉത്സവകാലമല്ല, എന്നിട്ടും പിന്നെ എന്തിനാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഇയാൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നതിൻ്റെ ഒരു വ്യക്തമായ ചിത്രമാണ് പോലീസിന് കിട്ടേണ്ടതുള്ളത്. മാത്രമല്ല ഇത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. മാത്രമല്ല എവിടെ നിന്നത് കെട്ടി എന്നതും വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഇയാൾ ലൈസൻസി അല്ല, ഇയാൾക്ക് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള നിയമപ്രകാരമുള്ള അനുമതിയില്ല. അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ ഇയാൾക്ക് എവിടെ നിന്ന്, ആരുടെ പക്കൽ നിന്നത് കിട്ടി? അങ്ങനെയാണെങ്കിൽ അത് അനധികൃതമായി കിട്ടിയതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ മറ്റേതെങ്കിലും ഗൂഢശക്തികളുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ അന്വേഷണം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെയാണ് ഈ സംഭവത്തിന് ശേഷം മംഗലാപുരത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ അനൂപ് മാലിക്കിനെ പോലീസ് സംഘം പിടികൂടിയത്. ഇന്നലെ രാത്രിയൊക്കെ തന്നെ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നും ചോദ്യം ചെയ്യാൻ തുടരാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ സംഭവം നടന്ന കണ്ണപുരം കീഴറയിലെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയും മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഈ അനൂപ് മാലിക്കിനെ കോടതിയിൽ ഹാജരാക്കും. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. ജനം ടിവിയുടെയും ജനം സൗഹൃദ വേദി ഡൽഹി യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഓണം അറ്റ് ദില്ലി ഓണാഘോഷ പരിപാടി ഇന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ ഔദ്യോഗിക വസതിയിൽ അല്പസമയത്തിനകം ആരംഭിക്കും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കലാകാരന്മാരും പരിപാടിയുടെ ഭാഗമാകും. ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഒരുക്കങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു. ജനം ടിവിയുടെയും ജനം സൗഹൃദ വേദി ഡൽഹി യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഓണം അറ്റ് ദില്ലി ഓണാഘോഷ പരിപാടികൾ എവിടം വരെ എത്തി നിൽക്കുന്നു? രോഹിണി, ഹാപ്പി ഓണം. ഇപ്പോൾ നമ്മുടെ ഓണം രാജ്യ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ, മുഖ്യമന്ത്രി രേഖാ ഗുപ്താജിയുടെ വസതിയിൽ നിന്നും ആരംഭിക്കുകയാണ്. നമ്മൾ ജനം TV ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വസതി കാണാം. മുഖ്യമന്ത്രിയുടെ വസതിയിൽ നമ്മുടെ പരിപാടിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. 9:30 മുഖ്യമന്ത്രി നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയും ചെയ്യും. ഇനി നമുക്ക് ഇവിടുത്തെ ഒരുക്കങ്ങളിലേക്കൊന്ന് പോകാം. രോഹിണി, ഒരുപക്ഷേ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കാം, ഉണ്ണി ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകണം. നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കണം ഒരു മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇതുപോലെ ഒരു ഓണാഘോഷ പരിപാടി, മലയാളികളെമ്പാടും എത്തി ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം. ഇതിനു മുൻപ് നമ്മളൊന്നും തന്നെ ഈ രീതിയിൽ ഇത്തരത്തിലൊരു ആഘോഷ പരിപാടി ഡൽഹിയിൽ കണ്ടിട്ടില്ല. അത് ചില പരിപാടികളൊക്കെ തന്നെ നടക്കാറുണ്ട്, വിളിച്ച് സദ്യയൊക്കെ നൽകി അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇതാദ്യമായിരിക്കാം മലയാളികൾ ഒന്നടങ്കം എത്തുന്നു, ഒരു TV ചാനൽ അതിന് നേതൃത്വം വഹിക്കുന്ന ഒരു പരിപാടി. ഇത് ആദ്യം എന്ന് തന്നെ കരുതാം. ഇതാ നമ്മുടെ ഇവിടുത്തെ ജനം സൗഹൃദ വേദിയിലെ ആളുകൾ എല്ലാവരും തന്നെ രാവിലെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിക്കാം. എവിടെ വരെ ഒരുക്കങ്ങൾ സൈദ ചേച്ചി? നമ്മൾ
അത്യധികം ഭംഗിയായി നടക്കുന്ന ഓണം പ്രോഗ്രാമിന് വേണ്ടി ആദ്യമായാണ് നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ മുഖ്യമന്ത്രിയോടൊത്ത് ഒരു ഓണം എന്നുള്ളത്. എങ്ങനെയുണ്ട് ഈ അനുഭവം? എങ്ങനെയുണ്ട്? വളരെ പുതിയ അനുഭവമാണ്. വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങളെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ പൂക്കളം ഉണ്ണി, ആ പൂക്കളത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതേ ഈ ജനം സൗഹൃദ വേദിയുടെ നമ്മുടെ താരങ്ങൾ ഇവിടെയുണ്ട്. അവരാണ് ഈ പൂക്കളമൊക്കെ തന്നെ ഒരുക്കുന്നത്. എങ്ങനെയുണ്ട് ഓണാഘോഷം? ഈ രാജ്യ തലസ്ഥാനത്ത് ഓണാഘോഷം മുഖ്യമന്ത്രിയുടെ വസതിയിലാണ്. എങ്ങനെയുണ്ട് ആ ഒരു അനുഭവം? ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് CM-നോടൊപ്പം ഒരു ഓണം ആഘോഷിക്കുന്നത് തന്നെ. ഞങ്ങളിതൊരു ലൈഫ് ടൈം മൊമെൻ്റ് ആയിരിക്കും. അതായത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ നമ്മുടെ ഓണാഘോഷ പരിപാടി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. വളരെ നമ്മൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി അവരോട് രേഖാ ഗുപ്താജിയോട് സംസാരിക്കുന്നതിന് വേണ്ടി നേരത്തെ എത്തിയ ഘട്ടത്തിൽ നമ്മളോട് വളരെ അനുഭാവപൂർണമായ സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതേ നമ്മുടെ പഞ്ചവാദ്യം ടീം ഇവിടെയുണ്ട്. രോഹിണി, നമുക്കിന്ന് താളവിസ്മയം തീർക്കാൻ നമ്മുടെ പഞ്ചവാദ്യം ടീം ഒന്ന് ചെറുതായി ഒന്ന് കൊട്ടാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? നമ്മുടെ പഞ്ചവാദ്യം ടീം ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അവർ ഒന്ന് പേരും ഒക്കെ ഒന്ന് പറയാമോ? കലാമണ്ഡലം അഭിഷേക് കുഞ്ഞിരാമൻ, കബീർ പ്രകാശ്, മിഥുൻ, ഇവര് ഗിരീഷ്, ഉണ്ണികൃഷ്ണൻ, അപ്പോൾ നമ്മുടെ റഷീഖ് മനോജ്. രോഹിണി, നമ്മുടെ ഈ പഞ്ചവാദ്യം ടീം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതൊന്ന് ഭംഗിയായി ഒന്ന് കൊട്ടാൻ പോവുകയാണ്. അതൊന്ന് നമുക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. രോഹിണി, ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഒരു പക്ഷേ ഈ രാജ്യ തലസ്ഥാനത്ത് ഒട്ടനവധി മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ടാകും, ഒട്ടനവധി മുഖ്യമന്ത്രിമാർ വന്നു പോയിട്ടുണ്ടാകും. പക്ഷേ നിലവിൽ രേഖാ ഗുപ്താജി, നമ്മൾ മുഖ്യമന്ത്രി രേഖാ ഗുപ്താജിയോട് സംസാരിച്ചു. ഓണാഘോഷ പരിപാടികൾ നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. വളരെ സന്തോഷത്തോടെ എൻ്റെ വസതിയിൽ തന്നെ അതായിക്കോട്ടെ എന്ന് പറയുകയാണുണ്ടായി. തുടങ്ങാം. രോഹിണി, ഇനി നമ്മൾ ഈ കേട്ടത് വിളംബരമാണ്, ഓണ വിളംബരമാണ് നമ്മൾ ഈ കേട്ടത്. അത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ രാജ്യ തലസ്ഥാനത്താണ് ഈ പരിപാടി നടക്കുന്നത്. നമ്മുടെ തിരുവാതിര ടീമിനെയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ തിരുവാതിര അവതരിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നവരാണ്. നമ്മുടെ ടീം സജ്ജമാണോ? മുഖ്യമന്ത്രിക്ക് മുന്നിൽ തിരുവാതിര ഞങ്ങൾ പൂർണ്ണ സജ്ജമാണ്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അല്ലേ ഈ പരിപാടി വന്ന് അവതരിപ്പിക്കുന്ന ഒരു ഓണം ആഘോഷിക്കുന്നത്? അതെ, ഞങ്ങൾ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തുന്നത്. ഇതിൽ വളരെ താങ്ക്സ് ഉണ്ട്. ജനം TV ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിൽ, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിലും വളരെ താങ്ക്സ്. അപ്പോൾ നമ്മുടെ തിരുവാതിര ടീമിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിക്ക് മുഴുവൻ കാർമ്മികത്വം വഹിക്കുന്ന രണ്ടുപേരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒന്ന് നമ്മുടെ ജിഷ്ണു കൃഷ്ണൻ. ജിഷ്ണു, എങ്ങനെയാ പരിപാടി വലിയ ഗംഭീരമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞിട്ടുണ്ടോ? ഓണം നമ്മൾ കളറാക്കുവാണ്. രാജ്യ തലസ്ഥാനത്ത് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറിയിച്ച് എല്ലാവരും പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു CM-ന്റെ വസതിക്കുള്ളിൽ വെച്ചിട്ട് ഒരു ചാനൽ മലയാളികളെ മുഴുവൻ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു ഓണാഘോഷം നടത്തുന്നത് ഓണം ആഘോഷമാക്കണം. അതായത് ശ്രീകാന്ത്, കേരളത്തിന് പുറത്ത് നമുക്ക് കേരളത്തിൽ തിരുവോണം ഉത്രാടമാണ് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവപ്പെട്ട 2 ദിവസം. പക്ഷേ കേരളത്തിന് പുറത്ത് ഒരു ഓണത്തിൻ്റെ ഒരു 20 ദിവസം മുൻപും 20 ദിവസത്തിന് ശേഷവും മുഴുവൻ ആഘോഷമാണ്. അപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ഓണാഘോഷങ്ങൾക്ക്
ജനം TV മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ആസ്ഥാന ആങ്കർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഓണം പരിപാടിയുടെ കോമ്പയറിംഗ് നടത്തുന്നത് ദേവപാലയാണ്. ദേവപാല, എങ്ങനെയുണ്ട്? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നമ്മളൊരു ഓണം ആഘോഷിക്കുകയാണ്. രാജ്യ തലസ്ഥാനത്തെ മലയാളികൾക്ക് എല്ലാം ഒരു അഭിമാനം തന്നെയായിരിക്കും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഓണാഘോഷം എന്ന് പറയുന്നത് നാട്ടിലായാലും എവിടെയായാലും ഓണം എന്ന് പറയുന്ന ഒരു വികാരമാണ് മലയാളികൾക്ക്. ഇപ്പോൾ ഡൽഹി CM-ന്റെ വീട്ടിൽ ഓണാഘോഷം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത് കൂടുതലാണ്. അപ്പോൾ നോക്കിയിരിക്കുകയാണ് CM വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ജനം സൗഹൃദ വേദിയുടെ പ്രസിഡന്റ് ജയപ്രകാശ് കൂടി ചേർന്ന്. ജയപ്രകാശ് കുറേ വർഷങ്ങളായി തന്നെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലൊരു ഓണാഘോഷം ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഇത് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു ഓണാഘോഷമാണ്. ഞങ്ങളെപ്പോലെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായിട്ട് ഡൽഹിയിൽ താമസിക്കുന്നവർക്ക് വ്യത്യസ്തമായിട്ടൊരു അനുഭവമാണ്. ആദ്യത്തെ ഒരു ഓണമാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് ഓണാഘോഷം നടത്തുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദദായകമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തീരെ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. രാമൻജി നമ്മുടെ ജനം സൗഹൃദ വേദിയുടെ വൈസ് പ്രസിഡന്റാണ്. ജനം സൗഹൃദ വേദിയുടെ ജോയിന്റ് സെക്രട്ടറി പ്രസാദ് ജി. അങ്ങനെ ജനം കുടുംബം ഒന്നാകെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗമാണ് ഇത്, പങ്കജ്ജിയാണ് നമുക്ക് ജനം TVക്ക് ഇവിടെ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുള്ളത്. പങ്കജ്ജി നമ്മോടൊപ്പം തന്നെയുണ്ട്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആദ്യം സമീപിക്കുന്നത് പങ്കജ്ജിയാണ്. തുടക്കം മുതൽ നമ്മോടൊപ്പം നിൽക്കുന്ന വ്യക്തി കൂടിയാണ് പങ്കജ്ജി. താങ്ക് യു പങ്കജ്ജി. അപ്പോൾ നമ്മുടെ പരിപാടി ഇതേ മോഹിനിയാട്ടം, കുട്ടികൾക്ക് ഓടരുത്. എന്താണ് ഇന്ന് ഇവിടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നമ്മൾ ഓണം ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ്. എക്സൈറ്റഡ് ആണോ അതിന്? അതെ അതെ, ഒരുപാട് എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടായിരിക്കും അല്ലേ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം? അതെ അതെ, ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രിന്റെ മുന്നിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരുടെ റെസിഡൻസിൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ടാണ്. അപ്പോ ഈ പരിപാടി കളറാക്കാൻ വേണ്ടി ജനം TVയുടെ ഡൽഹിയിലെ ഓണാഘോഷം അതിഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ അത് തത്സമയം എത്തിക്കും. ഒപ്പം തന്നെ തിരുവോണം നാളിൽ ഇതിന്റെ ടെലികാസ്റ്റിംഗും ഉണ്ടാവുകയും ചെയ്യും. രോഹിണി, ശരി, ഏതായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഇനി തുടർ മണിക്കൂറുകളിലും എത്താം. ശ്രീകാന്ത്, ജനം TVയുടെയും ജനം സൗഹൃദ വേദിയുടെയും നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കപ്പെടുന്ന ഓണമറ്റ് ദില്ലി ഓണാഘോഷ പരിപാടി. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ ഔദ്യോഗിക വസതിയിൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇങ്ങനെ സജ്ജമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നവഭാരത് നവ ഛത്തീസ്ഗഡ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് ഇന്നത്തെ ഛത്തീസ്ഗഡിനെ രൂപപ്പെടുത്തിയത്. വികസിത സമാധാന സംസ്ഥാനമായി മാറിയ ഇന്നത്തെ ഛത്തീസ്ഗഡിന്റെ വിശേഷങ്ങൾ അറിയാം. गारंटी है आपका सपना अब मोदी का संकल्प है. हम लोगों ने जो चुनावी घोषणा पत्र जारी किया है, मोदी की गारंटी, उसमें जो भी वादे छत्तीसगढ़ की जनता से किए हैं उसको प्राथमिकता से पूरा करना ये हमारा काम होगा. ഈ വാഗ്ദാനത്തിന്റെ പൂർണ്ണതയാണ് ഛത്തീസ്ഗഡിലെ ജനത ഇന്നിവിടെ ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണത്തിൽ വികസിത സമാധാന ഹരിത സംസ്ഥാനം രൂപപ്പെടുന്നു. വ്യവസായ രംഗത്ത് ഏറെ മുന്നിലാണ് സംസ്ഥാനം. സ്റ്റീലിന്റെ നാട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ. വിഷ്ണുദേവ് സായി സർക്കാരിന് കീഴിൽ സർവ്വമേഖലയിലും പരിഷ്കാരങ്ങൾ ദൃശ്യം. പുതിയ നയരൂപീകരണത്തിലും ഇത് പ്രതിഫലിക്കുന്നു. 1.65 ട്രില്യൺ രൂപയുടെ ബജറ്റ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സർക്കാർ അവതരിപ്പിച്ചിരുന്നു. ഗ്യാൻ കേലിയെ ഗതി എന്ന രസകരമായ ആശയത്തിലാണ് വിഷ്ണുദേവ് സായി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. അതായത് ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ അഭിവൃദ്ധി, ഗതി അഥവാ സദ്ഭരണം, അടിസ്ഥാന സൗകര്യ വികസനം, സാങ്കേതിക വിദ്യ, വ്യാവസായിക വളർച്ച എന്നിവയിലൂടെയുള്ള ഭരണം. നയപരിഷ്കരണങ്ങളിലൂടെ വ്യാപാരം എളുപ്പമാക്കാൻ മുൻകൈയെടുക്കുകയാണ് സർക്കാർ. ആദ്യഘട്ടത്തിൽ 20 വകുപ്പുകളിലായി 216 പരിഷ്കാരങ്ങളാണ് ബജറ്റിൽ അവതരിപ്പിച്ചത്. ജനസൗഹൃദ ഭരണമാണ് വിഷ്ണുദേവ് സായി സർക്കാരിൻ്റേത്. പുതിയ എക്സൈസ് നയം പരിശോധിക്കാം. അധിക എക്സൈസ് തീരുവ കുറച്ച് ഏകീകൃത മദ്യവില നിലനിർത്തി. കള്ളക്കടത്ത് കുറയ്ക്കാനും വിപണി സ്ഥിരപ്പെടുത്താനും ഇതിലൂടെയായി. GPS അധിഷ്ഠിത എക്സൈസ് ലൈസൻസ് മാപ്പിംഗ് സിസ്റ്റവും അവതരിപ്പിച്ചു.
സംസ്ഥാനത്തിന്റെ വ്യവസായവൽക്കരണത്തിൽ ധാതുക്കളുടെ നിർണായക പങ്ക് തിരിച്ചറിഞ്ഞ ഛത്തീസ്ഗഡ് സർക്കാർ ഈ മേഖലയിലും നയപരിഷ്കരണങ്ങൾ വരുത്തി. വ്യാവസായിക വികസനത്തിൽ നിർണായകമാണ് ധാതുക്കൾ. എല്ലാ പ്രധാന ധാതുക്കളും ഛത്തീസ്ഗഡിൽ സമൃദ്ധവുമാണ്. നടപടിക്രമങ്ങൾ സുതാര്യമാക്കിയും സംരംഭകത്വ സൗഹൃദമാക്കിയും പുതിയ മൈനിംഗ് നയം സർക്കാർ നടപ്പിലാക്കുന്നു. ഡിജിറ്റൽ നിരീക്ഷണം, ഈ ലേലം, പരിസ്ഥിതി സൗഹൃദ ധാതുഖനനം എന്നിവ ഉറപ്പാക്കുന്നു. തൊഴിൽ നയത്തിലെ പരിഷ്കരണവും ശ്രദ്ധേയമാവുകയാണ്. ഭൂപരിഷ്കരണവും പുതിയ വിനോദസഞ്ചാര നയവും ഛത്തീസ്ഗഡ് സർക്കാർ അവതരിപ്പിച്ചു. വ്യവസായികൾക്കും നികുതിദായകർക്കുമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സെൽ നിലവിലുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട വൻകിട ബിസിനസ്സുകാർക്കും ഗുണകരം. ചെറിയ കുറ്റങ്ങൾ ക്രിമിനൽ കുറ്റമല്ലാതാകുന്ന ജൻ വിശ്വാസ് ബിൽ പാസാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം കൂടിയാണ് ഛത്തീസ്ഗഡ്. സർക്കാർ വകുപ്പുകളിൽ ഡിജിറ്റലൈസേഷൻ വേഗത്തിൽ നടപ്പാക്കിയ സംസ്ഥാനം കൂടിയാണ് ഛത്തീസ്ഗഡ്. ഭൂമി സംബന്ധമായ വിവരങ്ങളും ഇനി ഇതിൽ കോടതി വ്യവഹാരങ്ങൾ ഉണ്ടെങ്കിൽ അതും ഓൺലൈനായി അറിയാനാകും. ഓൺലൈൻ സ്വത്ത് രജിസ്ട്രേഷനും സുതാര്യ വ്യവഹാരത്തിനും ആരംഭിച്ച സുഗം ആപ്പിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദമാകാൻ ഹരിത ഊർജത്തിന് സർക്കാർ നൽകുന്ന പ്രോത്സാഹനം വേറെയും. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് വിഷ്ണുദേവ് സായ് സർക്കാരിൻ്റേത്. അഴിമതി വിരുദ്ധ ബ്യൂറോയും സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗവും ഭാരത് മാല പദ്ധതിയിലെ അഴിമതി തുറന്നു കാട്ടിയത് ഉദാഹരണം. പൗരന്മാരുടെ ക്ഷേമത്തിലൂന്നിയ ഡബിൾ എഞ്ചിൻ ഭരണമാണ് ഇന്നത്തെ ഛത്തീസ്ഗഡിലേത്. പാലക്കാട് മീനാക്ഷിപുരത്ത് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി 4 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. സർക്കാർ വനവാസി ഉന്നതിയിൽ താമസിക്കുന്ന പാർത്ഥിപൻ സംഗീത ദമ്പതികളുടെ മകൾ കനിഷ്കയാണ് മരിച്ചത്. പോഷകാഹാരക്കുറവ് നേരിടുന്ന കുട്ടിയാണെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. വനവാസി ഉന്നതി പദ്ധതി പ്രകാരം സർക്കാർ ഗർഭിണികൾക്ക് പ്രതിമാസം നൽകേണ്ട 2000 രൂപയുടെ സഹായം ഇതുവരെ ലഭിച്ചില്ലെന്ന് കുട്ടിയുടെ അമ്മ സംഗീത ആരോപിച്ചു. ഇവരുടെ ആദ്യ പെൺകുഞ്ഞ് സമാന രീതിയിലാണ് മരിച്ചത്. ஃபஸ்ட்டത്തെ குழந்தைக்குமே மாதம் மாதம் காசு கிடைக்கலைங்க. இப்போ போன குழந்தைக்கு மாதம் மாதம் காசு கிடைக்கலைங்க. ப்ரமோட்ரு இத்தனை நாள் ஆகியுமே ஒரு நாளும் கூட வந்து பார்த்ததே இல்லைங்க. மாதத்தில் ஒரு டைமும் கூட வந்து பார்த்ததும் இல்லை. ஃபோனும் கூட பண்ணி என்ன ஏதுன்னு இதனால் வரைக்கும் வெடியாலிருந்து பொழுதுக்கு இன்னி கூப்பிட்டும் கூட കേൾക്കവേ கிடையாதுங்க. ചേരുന്നു വിവരങ്ങളുമായി അരുൺ പറയൂ, എന്താണ്? രാവിലെയാണ് മീനാക്ഷിപുരം സർക്കാർ വനവാസി ഉന്നതിയിൽ താമസിക്കുന്ന പാർത്ഥിപൻ സംഗീത ദമ്പതികളുടെ പെൺകുഞ്ഞായ കനിഷ്ക മരിച്ചത്. പാല് നൽകുന്നതിനിടെ അനക്കമില്ലെന്ന് കണ്ടപ്പോൾ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു. 4 മാസം പ്രായമായ കുഞ്ഞിന് 2 കിലോ 200 ഗ്രാം തൂക്കമുണ്ടായിരുന്നു. കുഞ്ഞ് പോഷകാഹാരക്കുറവ് നേരിട്ടിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. 2 വർഷം മുമ്പ് ഈ ദമ്പതികളുടെ തന്നെ ആദ്യ പെൺകുഞ്ഞും ഇതേ രീതിയിലാണ് മരിച്ചത്. വനവാസി ഉന്നതി പദ്ധതി പ്രകാരം ഗർഭിണികൾക്ക് പ്രതിമാസം നൽകേണ്ട 2000 രൂപയുടെ സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കുട്ടിയുടെ അമ്മ സംഗീത പറയുന്നത്. വനവാസി ഉന്നതികളിൽ എത്തേണ്ട ട്രൈബൽ ഫീൽഡ് റിപ്പോർട്ടർമാർ തിരിഞ്ഞു നോക്കാത്തതാണ് ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥയെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഏതായാലും അട്ടപ്പാടിക്ക് പുറത്ത് പാലക്കാട് ജില്ലയിൽ അടുത്തിടെ ആദ്യമായാണ് ഇത്തരത്തിലൊരു ശിശുമരണം ഉണ്ടാവുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം കോതമംഗലം വടക്കും ഭാഗത്ത് കാട്ടാന കിണറ്റിൽ വീണു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് ആന വീണത്. സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, എറണാകുളം കോതമംഗലം വടക്കും ഭാഗത്താണല്ലോ കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ആനയെ പുറത്തെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? അതോടൊപ്പം വലിയ രീതിയിലുള്ള പ്രതിഷേധവും അവിടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. രോഹിണി, തീർച്ചയായും ഇന്നലെ രാത്രിയാണ് ഈ കാട്ടാന കിണറ്റിൽ വീണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കോതമംഗലം കോട്ടപ്പടി വടക്കും ഭാഗത്ത് എന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ പുരയിടത്തിലേക്കാണ് വീണത്. ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇതിനു മുൻപും കാട്ടാന ശല്യമുള്ള സ്ഥലമാണ്. ഈ അടുത്തിടെ ഇതുപോലെ സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമയത്തൊക്കെ ആളുകൾ ഇതുപോലെ കാട്ടാന കൂട്ടത്തോടെ എത്തുന്ന കാര്യം വനംവകുപ്പിനെ അറിയിക്കുകയും വനംവകുപ്പ് എത്തി ആനകളെ വെടിവെച്ച് ഓടിക്കുകയുമാണ് പതിവ്. അത് മാത്രമാണ് അവിടെ ചെയ്യാറ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുതന്നെയാണ് അവരുടെ പ്രതിഷേധത്തിന്റെ കാരണവും.
വിച്ചാട്ട് വർഗീസ് എന്ന് പറയുന്ന ഒരാളുടെ പുരയിടത്തിലെ കിണറ്റിലാണ് ആന ഇന്നലെ വീണത്. ഇന്ന് രാവിലെ അയൽവാസി ഈ കിണറ്റിൽ എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോഴാണ് ആന കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ടത്. വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടാണ്. ഇപ്പോൾ നാട്ടുകാർ പറയുന്നതനുസരിച്ച് അവരുടെ കുടിവെള്ളം പോലും മുട്ടിയ ഒരു അവസ്ഥയാണ്. ഈ പ്രദേശത്ത് കാലങ്ങളായി ഇത്തരത്തിൽ കാട്ടാന ശല്യമുണ്ട്. പരാതി നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഒപ്പം തന്നെ ഫെൻസിംഗ് പോലുള്ളവ സ്ഥാപിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ അതൊന്നും പ്രാവർത്തികമായില്ല. അതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. മൈജിയുടെ പുതിയ ഫ്യൂച്ചർ ഷോറൂം തൃശൂർ ചാവക്കാട് പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം ആന്റണി വർഗീസ് പെപ്പെ നിർവഹിച്ചു. മൈജി ഓണം മാസ് ഓണം സീസൺ 3യുടെ 4ാമത്തെ നറുക്കെടുപ്പും ഇതോടെ നടന്നു. ഡിജിറ്റൽ ഉപകരണങ്ങൾക്കൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി ആക്സസറീസ്, IT ആൻഡ് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ, സെക്യൂരിറ്റി സിസ്റ്റംസ്, കസ്റ്റമൈസ്ഡ് കമ്പ്യൂട്ടറുകൾ, ഹോം ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റംസ് തുടങ്ങിയവ മൈജിയുടെ പുതിയ ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഷോറൂം ഉദ്ഘാടനം സിനിമാ താരം ആന്റണി വർഗീസ് പെപ്പെ നിർവഹിച്ചു. ഉദ്ഘാടനത്തിനോടൊപ്പം സീസൺ 3യുടെ 4ാമത്തെ നറുക്കെടുപ്പും നടന്നു. 25 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളാണ് മൈജി നൽകുന്നത്. പ്രവാസി മലയാളികളുടെ തലസ്ഥാനം അല്ലെങ്കിൽ മിനി ഗൾഫ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ചാവക്കാട് തുടങ്ങിയേക്കണത് മൈജി ഒരു വലിയ സാമ്രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഓഫറുകളുണ്ട്. പണ്ടൊക്കെ ഓഫറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിന് മാത്രമാണ് നമുക്ക് കിട്ടാറ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മൈജി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും ഓഫറാണ്. 25 കോടിയുടെ സമ്മാനങ്ങളുണ്ട്. അതുകൂടാതെ മൈജി ഓണം മാസോണം ഓഫറുണ്ട്, ഓണത്തിൻ്റെ ഓഫറുണ്ട്, അല്ലാതെ ഇനാഗ്രേഷൻ്റെ ഓഫറുണ്ട്. അങ്ങനെ ഓഫറുകളുടെ ചറപറ പെരുമഴയാണ്. ചാവക്കാരുടെ പിന്തുണ എപ്പോഴും മൈജിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് തന്നെയാണ് മൈജിയുടെ ഏറ്റവും വലിയൊരു പുതിയ ഫ്യൂച്ചർ ഷോറൂം ഇവിടെ തുടങ്ങാൻ ഞങ്ങൾക്ക് പ്രചോദനമായത്. ഇനാഗ്രൽ ഓഫേഴ്സിന് പുറമെ ഒരുപാടധികം ഓണം ഓഫേഴ്സും സമ്മാനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. 25 കോടിയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മുടെ ടാഗ്ലൈൻ പോലെ തന്നെ മൈജി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. ഈ ഓണക്കാലത്ത് അനേകം ഓഫറുകളും അതുപോലെ തന്നെ വിവിധ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് കളക്ഷൻ തന്നെ നമ്മുടെ ഈ സ്റ്റോറിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മൊബൈൽ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഹോം അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ് മീൻസ് റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഈ സ്റ്റോറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു കാലത്തിൽ എല്ലാവരും തന്നെ ഇത്തരം നമ്മുടെ സ്റ്റോറുകൾ വിസിറ്റ് ചെയ്യുക. കാരണം കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ ആ ഡിലൈറ്റ് തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ കൊടുത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ഫീച്ചറുകൾ സ്റ്റോറുകൾ നടത്തുമ്പോഴെല്ലാം തന്നെ നമ്മുടെ ടീമുകളോടും നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ആ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്റ്റോർ തന്നെയാണ്. അതേപോലെ വിവിധ ഫൈനാൻസ് ബ്രാൻഡുകളുടെ EMI, അതേപോലെ 24/0 പോലെയുള്ള നല്ല ഒരുപാട് ഫൈനാൻസ് ഓപ്ഷനുകളും നമ്മുടെ ഈ സ്റ്റോറിൽ ലഭ്യമാണ്. ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന പുതിയ ഫ്യൂച്ചർ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി ചാവക്കാടിന് സമ്മാനിച്ചത്. ഒപ്പം വിസിറ്റ് ആൻഡ് വിൻ സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. ജനം, തൃശൂർ. കേരള സർക്കാരിന്റെ മിഷൻ 1000 സ്കീമിൽ സാഗ് സയൻസിന് ലഭിച്ച പുതിയ പ്രിന്റിംഗ് മെഷീനുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. തിരുവനന്തപുരം ഓഫീസിൽ മുൻ ആരോഗ്യമന്ത്രി VS ശിവകുമാറാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ VK പ്രശാന്ത് MLA, V ശശി MLA, BJP ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, പാങ്ങോട് NSS കരയോഗം പ്രസിഡന്റ് അച്യുതൻ നായർ, റോട്ടറി ക്ലബ്ബ് എംപയർ സെക്രട്ടറി ശശിധരൻ നായർ, ട്രിവാൻഡ്രം മെട്രോപോളിസ് വൈസ് മെൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. K3A തിരുവനന്തപുരം സോൺ പ്രസിഡന്റ് ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സാക് സയൻസ് BDM അഷ്റഫ് സ്വാഗതവും RM സാം നന്ദിയും പറഞ്ഞു. മിഷൻ 1000ന്റെ ഭാഗമായി കേരള സർക്കാരിന്റെ സഹായത്തോടെ കേരളത്തിന്റെ പ്രമുഖ നഗരങ്ങളിൽ 5 കോടി രൂപയുടെ പുതിയ പ്രിന്റിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുകയും ഇതിലൂടെ 100 കണക്കിന് യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ചടങ്ങിൽ സാഗ് CEO ബാലമുരളി കൃഷ്ണൻ പറഞ്ഞു. തലസ്ഥാന നഗരത്തിലെ ഗുണ്ടാ പകയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ അംഗമട്ടഹാസം എന്ന സിനിമ ഉടൻ പ്രേക്ഷകരിലേക്ക്. മാധവ് സുരേഷ്, ഷൈൻ ടോം ചാക്കോ, സൈജു കുറുപ്പ്, മക്ബൂൽ സൽമാൻ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിൽ. സുജിത് S നായരാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. അനിൽകുമാർ J, സാമുവൽ മത്തായി എന്നിവർ ചേർന്നാണ് നിർമ്മാണം. PRO അജയ് തുണ്ടത്തിൽ. ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.